നമസ്കാരം. വാർത്താരംഭത്തിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ട്. ADGPക്കെതിരായ DGPയുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് കൈമാറും. അജിത് കുമാറിനെ മാറ്റുമോ എന്നതിൽ തീരുമാനമറിയാം. റിപ്പോർട്ട് കാത്ത് CPIയും പ്രതിപക്ഷവും. CPI നേതൃത്വത്തിൽ ഭിന്നത. CPIയിൽ വക്താക്കൾ വേണ്ട എന്ന നിലപാടിൽ ബിനോയ് വിശ്വം. പാർട്ടി നിലപാട് സെക്രട്ടറി പറയും. ADGP വിഷയത്തിലെ പ്രകാശ് ബാബുവിന്റെ പ്രതികരണം തള്ളി സംസ്ഥാന സെക്രട്ടറി. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ കോൺഗ്രസിനുള്ളിൽ അതൃപ്തി. കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമം എന്ന ആരോപണം. കേസ് എഴുതി തള്ളിയ വിവരം ബോധപൂർവം മറച്ചുവെച്ചു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന് ഇന്ന് തുടക്കം. അർജുന്റെ കുടുംബം നൽകിയ കേസിൽ മനാഫിനെ ഒഴിവാക്കും. കുടുംബം നൽകിയ മൊഴിയിൽ മനാഫിന്റെ പേരില്ല. പരാതി നൽകിയത് രൂക്ഷമായ സൈബർ ആക്രമണം നേരിട്ടതോടെ. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിലെ വിടുതൽ ഹർജിയിൽ വിധി ഇന്ന്. വിധി പറയുക കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി. MT വാസുദേവൻ നായരുടെ വീട്ടിൽ മോഷണം. 26 പവൻ സ്വർണം നഷ്ടപ്പെട്ടു. കവർച്ച വീട്ടിൽ ആളില്ലാതിരുന്ന ദിവസങ്ങളിൽ. കാടുകയറിയ നാട്ടാന പുതുപ്പള്ളി സാധുവിനായി തെരച്ചിലുമായി 50 അംഗ സംഘം. ആന ഇടഞ്ഞത് കോതമംഗലത്ത് സിനിമാ ചിത്രീകരണത്തിനിടെ. ഹരിയാന പോളിംഗ് ബൂത്തിൽ വോട്ടെടുപ്പ്. 90 സീറ്റുകളിൽ വോട്ടെണ്ണൽ ബുധനാഴ്ച. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതുൾപ്പെടെ ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് DGP ഇന്ന് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റുന്ന കാര്യത്തിൽ തീരുമാനവും ഇന്നു തന്നെ ഉണ്ടായേക്കും. DGPയുടെ നേതൃത്വത്തിൽ ആദ്യം നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിക്ക് കൈമാറുക. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അടക്കമുള്ള കാര്യങ്ങളിൽ റിപ്പോർട്ടിൽ പരാമർശമുണ്ടാകും. ADGPയെ മാറ്റുന്ന കാര്യത്തിൽ റിപ്പോർട്ട് ലഭിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചിരുന്നു. CPI നേതൃത്വം ഉൾപ്പെടെ റിപ്പോർട്ടിനെ കാത്തിരിക്കുകയാണ്. VV വിനോദ് ചേരുന്നു വിവരങ്ങളുമായി. വിനോദ്, ഇന്ന് തന്നെ പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? എൽദോ, ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകുമെന്നാണ് കരുതുന്നത്. നേരത്തെ 2 ദിവസം മുൻപാണ് ഇതിന്റെ 1 മാസ കാലാവധി പൂർത്തിയായത്. 1 മാസമാണ് അന്വേഷണത്തിന് മുഖ്യമന്ത്രി നേരത്തെ നൽകിയിരുന്നത്. ആ കാലാവധി 2 ദിവസം മുൻപ് പൂർത്തിയായിരുന്നു. ഏതായിരുന്നാലും ഇന്ന് നൽകുമെന്ന് കരുതുന്നു. അല്ലെങ്കിൽ തിങ്കളാഴ്ച വീണ്ടും സഭാ സമ്മേളനം തുടങ്ങുകയാണ്. ഈ സഭാ സമ്മേളന സമയത്ത് ADGP MR അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള കസേരയിൽ തുടർന്നാൽ അത് വലിയ ബഹളത്തിനിടവയ്ക്കും എന്നത് ഉറപ്പാണ്. മാത്രമല്ല, സർക്കാരിനെ സംബന്ധിച്ച് പ്രതിസന്ധി ഉണ്ടാക്കുന്നത് പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് മാത്രമല്ല, CPI ഉൾപ്പെടെ ഘടകകക്ഷികൾ ഉയർത്തുന്ന എതിർപ്പുണ്ട്. ഇതിലൊരു അന്വേഷണം പോലും ആവശ്യമില്ലായിരുന്നു. ADGP ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് ഒരു അന്വേഷണത്തിന്റെ ആവശ്യം പോലും ഇല്ലായിരുന്നു. ഇത് തീർത്തും രാഷ്ട്രീയമാണ്. RSS നേതാക്കളെ കണ്ടത്, അങ്ങനെ ഒരു കൂടിക്കാഴ്ച രഹസ്യമായി നടത്തിയത് എന്തിനു വേണ്ടിയെന്ന് വിശദീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സ്വകാര്യ സന്ദർശനമെന്ന് പറയുമ്പോഴും അത് DGP വരെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യമുണ്ട്. DGP പോലും അതിൽ അതൃപ്തി രേഖപ്പെടുത്തുന്നുണ്ട്. ഏതെങ്കിലും അധികാര സ്ഥാനങ്ങളിൽ, അതായത് ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളെ അല്ല കണ്ടത്, മറിച്ച് ഒരു സംഘടനയുടെ തലപ്പത്തുള്ള ആളുകളെയാണ് കണ്ടത്. ഇടത് സർക്കാരിനെ സംബന്ധിച്ച് ഇത് ക്ഷീണമുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് തന്നെയാണ് CPIയുടെ വിലയിരുത്തൽ. അതേസമയം ബിനോയ് വിശ്വം പറയുന്നത് ADGPയെ ഒഴിവാക്കുന്നതിന് മുഹൂർത്തം കുറിച്ചിട്ടില്ല, എപ്പോഴാണ് അദ്ദേഹത്തെ ഒഴിവാക്കേണ്ടത് എന്നൊരു സമയം ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല എന്ന കാര്യം പറയുന്നു. പക്ഷെ പ്രതിസന്ധിയിലാണ്. കാരണം മുഖ്യമന്ത്രി ഇതുവരെ ADGPയെ കൈവിടുന്ന ഒരു നിലയിലേക്ക് പോയിട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ ഈ റിപ്പോർട്ട് വരുമ്പോൾ പോലും ADGPയെ മാറ്റുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. കാരണം ഇതിനകം തന്നെ മറ്റ് അന്വേഷണങ്ങൾ, തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ത്രിതല അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ADGP അവിടെ സ്ഥലത്തുണ്ടായിരുന്നിട്ടും കാര്യങ്ങൾ വഷളായപ്പോൾ അവിടെ നിന്ന് സ്ഥലം വിട്ടുവെന്ന ആരോപണം, അതേക്കുറിച്ച് DGPയുടെ നേതൃത്വത്തിൽ വീണ്ടും അന്വേഷിക്കും. അങ്ങനെ ADGP അവിടെ നിന്ന് പോയത് ശരിയായില്ല എന്നത് DGPയുടെ വിലയിരുത്തലുണ്ട്. ഇത് മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് വീണ്ടും ഒരു അന്വേഷണത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മുഖ്യമന്ത്രി അങ്ങനെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ അന്വേഷണത്തിലും DGP പരിശോധിക്കും. ADGP ഇന്റലിജൻസിന്റെ മറ്റൊരു അന്വേഷണം വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ ഉണ്ടായോ എന്ന കാര്യം
ADGP നടത്തിയ അന്വേഷണമുണ്ട്. ലോ ആൻഡ് ഓർഡർ ADGP MR അജിത്കുമാർ നടത്തിയ അന്വേഷണത്തെ കുറിച്ച് അതിൽ ഗൂഢാലോചന ആണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. അതേക്കുറിച്ച് ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷാണ് അന്വേഷിക്കുന്നത്. ഈ തരത്തിൽ ത്രിതല അന്വേഷണത്തിന് മുൻകൂട്ടി തന്നെ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയും അങ്ങനെ ഒരു പ്രഖ്യാപനത്തിലേക്ക് മുഖ്യമന്ത്രി പോവുകയും ചെയ്തു. ഈ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ അങ്ങനെ മുഖ്യമന്ത്രി മറ്റൊരു അന്വേഷണത്തിലേക്ക് പോയതും ചില അവ്യക്തതകൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇനി ഒരുപക്ഷെ ആ റിപ്പോർട്ടുകൾ വന്ന ശേഷം നടപടി എന്ന നിലയിലേക്ക് മുഖ്യമന്ത്രി പോകുമോ എന്ന കാര്യത്തിലും ഇനി വേണം തീരുമാനം ഉണ്ടാകാൻ. എന്തോ വിനോദ്, ഈ DGPയുടെ അന്വേഷണ റിപ്പോർട്ടാണ് എന്നുള്ളത് ശരി തന്നെ. അപ്പോഴും ഈ ADGPക്കെതിരെ ചില ശുപാർശകൾക്ക് സാധ്യതയുണ്ടോ DGPയുടെ ഭാഗത്ത് നിന്ന്? മാറ്റിക്കൊണ്ടുള്ള നടപടി അത് നേരത്തെ തന്നെ DGPയുടെ ഭാഗത്ത് നിന്ന് ആ തരത്തിലാണ്. അതായത് അന്വേഷണം നടക്കുമ്പോൾ തന്നെ ADGP സ്ഥാനത്ത് നിന്ന് MR അജിത്കുമാറിനെ മാറ്റി നിർത്തിയുള്ള നടപടികൾ. ഇത് തന്നെയാണ് DGP നേരത്തെ തന്നെ DGPയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു സമീപനം, അത്തരത്തിലുള്ള നീക്കം. മാത്രമല്ല തൃശൂർ പൂരത്തിൽ ADGPക്ക് അവിടെ കാര്യങ്ങൾ വഷളായപ്പോൾ ഇടപെടാത്തതിൽ ഉൾപ്പെടെ വീഴ്ച സംഭവിച്ചു എന്ന കാര്യം DGP അദ്ദേഹം മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുകയും ഏറ്റവും ഒടുവിലത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അത് പരസ്യമായി പറയുകയും ചെയ്തു. ADGPക്ക് വീഴ്ച വന്നു എന്ന കാര്യം DGP ധരിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. റിപ്പോർട്ട് വന്ന ശേഷം, അതായത് ഇപ്പോൾ ഇന്നോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ആയി മുഖ്യമന്ത്രിയുടെ കൈകളിലേക്ക് എത്തുന്ന DGPയുടെ ആ റിപ്പോർട്ട് വന്ന ശേഷം നടപടി എന്ന നിലയ്ക്കാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ കാത്തു നിൽക്കുന്നത്. റിപ്പോർട്ട് വന്ന ശേഷം ഏതായിരുന്നാലും ADGPക്കെതിരെയുള്ള പരാമർശങ്ങളുണ്ട് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് വന്ന ശേഷം ADGPയെ മാറ്റുമെന്ന ഉറപ്പ് നൽകിയിട്ടുള്ളതായി CPI നേതാക്കളും പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയിൽ നിന്ന് അത്തരമൊരു ഉറപ്പ് ലഭിച്ചതായാണ് CPI നേതാക്കൾ പറയുന്നത്. അപ്പോഴും മുഖ്യമന്ത്രി തിടുക്കപ്പെട്ട് മറ്റ് 3 അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിജിലൻസിന്റെ മറ്റൊരു അന്വേഷണം കൂടി നടക്കുന്നുണ്ട്. അതായത് ADGPക്കെതിരെ ഇപ്പോൾ നടക്കുന്നത് 4 അന്വേഷണങ്ങളാണ്. DGPയുടെ അന്വേഷണം, ഇന്റലിജൻസ് ADGPയുടെ അന്വേഷണം, ക്രൈംബ്രാഞ്ച് ADGPയുടെ അന്വേഷണം, വിജിലൻസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മറ്റൊരു അന്വേഷണം. അതായത് പോലീസിന്റെ സകല സംവിധാനങ്ങളും ഉപയോഗിച്ച് ADGPക്കെതിരെയുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ADGP അതേ കസേരയിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. എന്തോ റൈറ്റ്. വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും DGPയുടെ റിപ്പോർട്ട് അത് ഇന്ന് കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിൽ നടപടിയും ഉണ്ടാകും എന്ന് കരുതുന്നു. CPI നേതൃത്വത്തിൽ വീണ്ടും ഭിന്നത. CPIയിൽ വക്താക്കൾ വേണ്ട എന്ന നിലപാടിലാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പാർട്ടിയുടെ നിലപാട് സെക്രട്ടറി പറയുമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. ADGP വിഷയത്തിൽ ദേശീയ നിർവാഹക സമിതി അംഗത്തിന്റെ പ്രതികരണമാണ് ബിനോയ് വിശ്വത്തെ പ്രകോപിപ്പിച്ചത്. വി അരുൺ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ഇത് പലപ്പോഴും പ്രകാശ് ബാബുവിന്റെ പ്രതികരണങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ മറ നീക്കി ഇത്തരത്തിൽ പാർട്ടി സെക്രട്ടറി അങ്ങനെ പറയാനുള്ള സാഹചര്യം എന്തായിരുന്നു? CPIയിൽ വലിയ ഭിന്നത നേതൃത്വത്തിലുണ്ട്. അത് ബിനോയ് വിശ്വം സെക്രട്ടറി സ്ഥാനത്ത് വന്ന ശേഷവുമുണ്ട്. ഇപ്പോൾ ബിനോയ് വിശ്വത്തെ പ്രകോപിപ്പിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ADGP MR അജിത്കുമാറിനെതിരെ CPI നിലപാടെടുത്തിരുന്നു. അജിത്കുമാറിനെ മാറ്റണം, പൂരങ്കലക്കലിൽ അജിത്കുമാറിനെ മാറ്റണമെന്ന കടുത്ത നിലപാട് ബിനോയ് വിശ്വം CPI സ്വീകരിച്ചിരുന്നു. ഇടതുമുന്നണി യോഗത്തിലും ആവശ്യം CPI മുന്നോട്ട് വെച്ചു. അതിനുശേഷം അവിടെ മുഖ്യമന്ത്രി പറഞ്ഞത് അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് മുഖ്യമന്ത്രി CPI നേതാക്കൾക്ക് ഇടതുമുന്നണി യോഗത്തിൽ വെച്ച് നൽകിയിരുന്നു. എന്നാൽ ഉറപ്പ് വിശ്വസിച്ച CPI അടുത്ത ദിവസം തന്നെ CPIയുടെ മുഖപത്രത്തിൽ പ്രകാശ് ബാബുവിന്റെ ലേഖനം വന്നു. അതിനുശേഷം പ്രകാശ് ബാബു ശക്തമായ വിമർശനവും പ്രതികരണവുമായി രംഗത്ത് വരികയും ചെയ്തു. ഇത് CPI വീണ്ടും നിലപാട് മാറ്റി, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉറപ്പിന് ശേഷവും CPI വിമർശനവുമായി രംഗത്ത് വരുന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. അതാണ് ബിനോയ് വിശ്വത്തെ ചൊടിപ്പിച്ചത്. CPIയുടെ അഭിപ്രായം പറയാൻ താനുണ്ട്, വക്താക്കൾ പാർട്ടിക്ക് വേണ്ട, ഒരാൾ തന്നെ അഭിപ്രായം പറയാൻ മതി. അതാണ് ബിനോയ് വിശ്വം എക്സിക്യൂട്ടീവിൽ വ്യക്തമാക്കിയത്. പക്ഷേ ജനയുത്തര ലേഖനം സെക്രട്ടറിയോട് പറഞ്ഞ ശേഷമാണ് താൻ എഴുതിയത്. താൻ പറയുന്ന കാര്യങ്ങളൊക്കെ സെക്രട്ടറിയുടെ നിലപാടിനെ, പാർട്ടി നിലപാടിനെ ബലപ്പെടുത്തുന്നതല്ലേ എന്ന ചോദ്യം പ്രകാശ് ബാബു ചോദിച്ചു. പ്രകാശ് ബാബുവിനെ അനുകൂലിച്ചും എക്സിക്യൂട്ടീവിൽ പ്രതികരണങ്ങൾ ഉണ്ടായി. ഏതായാലും വിവാദ വിഷയങ്ങളിൽ പാർട്ടി സെക്രട്ടറി മാത്രം പ്രതികരിച്ചാൽ മതി. തൃശൂർ പൂരം വിഷയത്തിൽ സുനിൽകുമാറിന്റെ പ്രതികരണം വന്നിരുന്നു. അതിലും ബിനോയ് വിശ്വത്തിന് അതൃപ്തിയുണ്ട്. ഇനി മേലിലെങ്കിലും ഇത്തരം വിഷയങ്ങളിൽ സെക്രട്ടറി മാത്രം പ്രതികരിച്ചാൽ മതി എന്നൊരു നിലപാടാണ് ബിനോയ് വിശ്വം സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വ്യക്തമാക്കിയത്. അരുൺ, ഇതിൽ ഇനി കൂടുതൽ പ്രതികരണ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. ഇനിയും വിഷയങ്ങൾ നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പ്രകാശ് ബാബു ഇതിൽ മൗനം തുടരുമോ, അല്ലെങ്കിൽ ഈ മറ നീക്കി ഒരു ഭിന്നത രൂക്ഷമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കാനുള്ള ഇടയുണ്ടോ? ഭിന്നതയുണ്ടെങ്കിലും കാര്യമായ ഒരു പ്രതികരണത്തിന് പ്രകാശ് ബാബു തയ്യാറായേക്കില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. നേരത്തെ അദ്ദേഹം അത്തരമൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് കാര്യമായ പ്രതികരണം ഉണ്ടാകില്ല. CPIയുടെ നിലപാട് ഇന്നലെ CPIയുടെ
നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ബിനോയ് വിശ്വം വ്യക്തമാക്കിയിരുന്നു, മാറ്റും എന്ന് പറഞ്ഞാൽ മാറ്റും, അതിനപ്പുറത്തേക്ക് ഒന്നും സംശയിക്കാനില്ല. ഇടതുപക്ഷ സർക്കാർ ഇടതുപക്ഷ നിലപാടനുസരിച്ച് മാത്രമേ തീരുമാനമെടുക്കൂ. അജിത് കുമാറിനെ മാറ്റുന്നതിന് ആരും മുഹൂർത്തമൊന്നും കുറിച്ച് നൽകിയിട്ടില്ലല്ലോ, മുഹൂർത്തമൊന്നും ഇല്ലല്ലോ എന്ന ഒരു മറുപടിയാണ് ബിനോയ് വിശ്വം നൽകിയത്. തിങ്കളാഴ്ച സഭാ സമ്മേളനം ചേരുന്നതിന് മുമ്പ്, സഭാ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും CPIക്കുള്ളത്. അത്തരമൊരു ഉറപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിനോയ് വിശ്വം നൽകിയിട്ടുണ്ടെന്നാണ് ബിനോയ് വിശ്വം CPIയുടെ നേതൃയോഗങ്ങളിലും വ്യക്തമാക്കിയത്. അരുൺ, ഒരു കാര്യം കൂടി, അതായത് ഈ പാർട്ടി നിലപാട് സെക്രട്ടറി പറയുമെന്ന് ബിനോയ് വിശ്വം നിലപാടെടുക്കുന്നു. പക്ഷേ അപ്പോൾ സെക്രട്ടറിയുടെ നിലപാടുകൾക്ക് സെക്രട്ടറി പറയുന്നതിനെ കൂടുതൽ കരുത്ത് പകരുകയല്ലേ തൻ്റെ പ്രതികരണങ്ങളെന്ന പ്രകാശ് ബാബുവിൻ്റെ മറുചോദ്യമുണ്ട് എന്നുള്ള വിവരങ്ങളുണ്ട്. അപ്പോൾ അതിനോട് ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? അദ്ദേഹം കാര്യമായ വിഷയത്തോട് പിന്നീട് മറുപടി പറയാൻ പോയില്ല. VS സുനിൽകുമാറിന് പ്രതികരണം കൂടി ചൂണ്ടിക്കാട്ടി അതിനെതിരെയാണ് തന്റെ വിമർശനമെന്ന് വരുത്തിയെടുക്കുകയായിരുന്നു പിന്നീട് പ്രധാനമായും ബിനോയ് വിശ്വം ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ കാര്യമായ തർക്കം അതിനുശേഷം ഉണ്ടായില്ല. പക്ഷെ ഒരു നിലപാട് അദ്ദേഹം എക്സിക്യൂട്ടീവ് അറിയിക്കുകയായിരുന്നു. പാർട്ടിയുടെ നിലപാട് പാർട്ടി സെക്രട്ടറി താൻ തന്നെ പറയും, എല്ലാവരും അക്കാര്യത്തിൽ അഭിപ്രായം മാധ്യമങ്ങളോട് പരസ്യമായ അഭിപ്രായം പറയാൻ വരേണ്ട എന്നൊരു നിലപാടാണ് ബിനോയ് വിശ്വം നേതൃത്വത്തെ അറിയിച്ചത്. റൈറ്റ്, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ് നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച കേസ് കൈകാര്യം ചെയ്തതിൽ കോൺഗ്രസിനുള്ളിൽ അതൃപ്തി. കേസ് എഴുതി തള്ളിയ വിവരം യൂത്ത് കോൺഗ്രസ് നേതാവ് പാർട്ടിയിൽ നിന്ന് ബോധപൂർവ്വം മറച്ചുവെച്ചുവെന്നും കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമം നടന്നു എന്നുമാണ് ആരോപണം. യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജുവൽ കുര്യാക്കോസിനെതിരെ KPCC ജനറൽ സെക്രട്ടറി A ഷുക്കൂർ രംഗത്ത് വന്നു. അജയുടെ നീക്കം സംശയകരമാണെന്നും പാർട്ടി അന്വേഷിക്കണമെന്നും ഷുക്കൂർ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ വാശോർത്തികളും മുഖ്യമന്ത്രിയുടെ താല്പര്യക്കാരും പാർട്ടിക്കാരും എഴുതി കൊടുക്കുന്നത് ചെയ്യുക, റിപ്പോർട്ട് പോലും ആ രൂപത്തിൽ വരുത്തുക എന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമമായ തെളിവല്ലേ ഈ കേസിലെ ഈ റിപ്പോർട്ടും അതിനെ തുടർന്ന് കേസ് റഫർ ചെയ്യാനുള്ള തീരുമാനവും. ഞാൻ ഇന്നലെ പോലും അജയ്യായിട്ട് സംസാരിച്ചിരുന്നു. വൈകുന്നേരം രാത്രി ഈ വാർത്ത കാണുന്നു. ഞാനും ഓർക്കുകയുടെ ഓഗസ്റ്റ് മാസത്തിൽ പുറത്തു വന്ന ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ട് സംബന്ധിച്ച് മാധ്യമങ്ങൾ അത് പുറത്തു കൊണ്ടുവരുമ്പോഴും ഇത്തരം ആളുകൾ ഞങ്ങളോട് ഇനിയിപ്പോൾ എന്നോട് പറയാതിരുന്നതായിരിക്കാം, പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പോൾ നമ്മുടെ പല ആളുകൾക്കും അറിയില്ല. അതാണ് സത്യം, വാസ്തവം. അത് നേതാക്കളുമായിട്ട് സംസാരിക്കേണ്ടതുണ്ട്. അതിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ, അതോ ഏതെങ്കിലും തരത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഇതൊന്ന് ഹൈഡ് ചെയ്തതാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അതിലൊരു സംശയകരമായ സാഹചര്യമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ശരണ്യ സ്നേഹജൻ ചേരുന്നു വിവരങ്ങളുമായി. ശരണ്യ, A ഷുക്കൂർ ആലപ്പുഴയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ അന്വേഷിച്ചല്ലേ മതിയാകൂ പാർട്ടിക്ക്? തീർച്ചയായിട്ടും എൽദോ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രാഷ്ട്രീയമായി മുഖ്യമന്ത്രിയുടെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംബന്ധിച്ചുമൊക്കെ വലിയധികം ആക്ഷേപങ്ങൾ കോൺഗ്രസ് അടക്കം ഉന്നയിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇത്തരത്തിലൊരു വിഷയം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് പോലീസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ആലപ്പുഴ കോടതിയിൽ സമർപ്പിക്കുന്നത്. പരസ്യമായി ഈ ഒരു ദൃശ്യം, അതായത് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയും വഴിയരികിൽ നിന്ന് അവരെ ക്രൂരമായി മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂറിന്റെയും സന്ദീപിന്റെയും നേതൃത്വത്തിലുള്ള സംഘം മർദ്ദിക്കുകയും ചെയ്തത് മാധ്യമങ്ങളിലടക്കം വലിയ വാർത്തയാവുകയും നിരായുധരായ ചെറുപ്പക്കാരെ വളഞ്ഞിട്ടടിച്ചത് വളരെ മോശമായി പോയി എന്നുള്ള രീതിയിൽ അഭിപ്രായം ഉയരുകയും ഒക്കെ ചെയ്ത സംഭവമാണ്. ആ കേസിൽ പിന്നീടും തുടർ വിവാദങ്ങൾ ഉണ്ടായി. അതായത് ഈ കേസ് കൃത്യമായി പോലീസ് അന്വേഷിക്കുന്നില്ല, കോടതി നിർദ്ദേശാനുസരണം മാത്രമാണ് കേസെടുക്കാൻ തയ്യാറായത്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നില്ല. ഒപ്പം അവർക്ക് വേണ്ടി ഇവിടുന്നുള്ള അന്വേഷണ സംഘം തിരുവനന്തപുരത്തേക്ക് പോകുന്നു. അത്തരത്തിലുള്ള പ്രിവിലേജ് അവർ അനുഭവിക്കുന്നു എന്നടക്കം വലിയ ആക്ഷേപം നിലനിൽക്കുന്ന ഒരു കേസ്, വലിയ വിവാദങ്ങൾ പ്രതിപക്ഷം അത് ഭരണപക്ഷത്തിനെതിരെ ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരു കേസിലാണ് ഇത്തരമൊരു വിവാദപരമായ റഫറൻസ് റിപ്പോർട്ട് ഉണ്ടാകുന്നത്. ഈ കേസ് തള്ളി എന്നുള്ള വിവരം അജയ് ജുവൽ കുര്യാക്കോസിന് നേരത്തെ അറിയാമായിരുന്നു എന്നുള്ളത് നമ്മൾ മാധ്യമങ്ങൾക്കടക്കം ബോധ്യമുള്ള കാര്യമാണ്. കാരണം ന്യൂസ് 18 കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി, ഇന്നലെയല്ല മിനിഞ്ഞാന്ന് ഉച്ചയോടുകൂടി തന്നെ അജയെ ബന്ധപ്പെടുമ്പോഴും അജയ് പറഞ്ഞത് ഈ റഫറൻസ് റിപ്പോർട്ടിന്റെ ലഭ്യമായതിനെ സംബന്ധിച്ച് തനിക്ക് അറിയാമെന്നുള്ള കാര്യവും ആ റിപ്പോർട്ട് അയച്ചു തരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ട് അത്രയും ദിവസം എന്തുകൊണ്ട് വിവാദമായ റിപ്പോർട്ട് ഒളിപ്പിച്ചു, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള വിവരം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചില്ല? രാഷ്ട്രീയമായി കോൺഗ്രസിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംഭവമായിരുന്നു.
അതും എന്തുകൊണ്ട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ മാത്രം അന്ന് വൈകിട്ട് പാർട്ടി നേതാക്കന്മാർക്ക് അയച്ചു കൊടുത്തു എന്നുള്ള ചോദ്യം വലിയ തോതിൽ ആലപ്പുഴയിലെ പാർട്ടിക്കുള്ളിൽ ഉയരുന്നുണ്ട്. മാത്രമല്ല അത് സംസ്ഥാനത്തൊട്ടുക്കെ ഒരു വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സംഭവത്തെ എന്തുകൊണ്ട് അഭിഭാഷകൻ കൂടിയായ അജയുടെ കയ്യിൽ ആ റിപ്പോർട്ട് ഉണ്ടായിട്ടും അത് ആ റിപ്പോർട്ട് പുറത്തേക്ക് വന്നില്ല എന്നുള്ളൊരു വിവരമാണ്, ആ ഒരു ചോദ്യമാണ്, ആ ഒരു സംശയമാണ് ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറി കൂടിയായ ഷുക്കൂർ മാധ്യമങ്ങളുടെ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് താനും അറിഞ്ഞിരുന്നില്ല, ഈ വാർത്ത പുറത്തു വരുന്ന അന്ന് വൈകിട്ടും അജയ് തന്നോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും അജയ് തന്നെ പല മാധ്യമങ്ങൾക്കും ഇത് കൈമാറുകയും ഇപ്പോൾ M ലിജുവും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനും ഒപ്പം ഈ KSUവിന്റെ സംസ്ഥാന ഭാരവാഹിക്കുമാണ് ഇത് അയച്ചു കൊടുത്തിട്ടുള്ളത്. അന്ന് വൈകിട്ട് മാത്രമാണ് അയച്ചു കൊടുത്തിട്ടുള്ളത്. മാധ്യമപ്രവർത്തകർ അത് ചോദിച്ചത് പുറത്തു വരുമെന്ന് ആയപ്പോൾ മാത്രം. അത് അങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളൊരു ആക്ഷേപം ഉയരുന്നുണ്ട്. തീർച്ചയായും ആ ആക്ഷേപം കഴമ്പുള്ളത് തന്നെയാണ്. കാരണം കൂടെ മർദ്ദനമേറ്റിരുന്ന, അതായത് അജയ്ക്കൊപ്പം ഒരുപക്ഷെ അജയേക്കാൾ കൂടുതൽ മർദ്ദനമേറ്റ ഒരാളാണ് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് തോമസിനോട് പോലും ഈ കേസ് ക്ലോസ് ചെയ്തു എന്നുള്ള വിവരം പങ്കുവച്ചിരുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്ലോഷർ റിപ്പോർട്ട്, വിചിത്രമായ വാദങ്ങളുള്ള, വളരെ വിവാദമാകാവുന്ന, എല്ലാവരും കണ്ട ദൃശ്യങ്ങൾക്ക് വിപരീതമായി എഴുതി നൽകിയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്ക് സുരക്ഷ ഒരുക്കുന്ന ഒരു വിചിത്രമായ റിപ്പോർട്ട് അത് ലഭ്യമായിട്ടുണ്ട് എന്നുള്ള കാര്യം എന്തുകൊണ്ട് തോമസിനോട് പോലും പങ്കുവച്ചിട്ടില്ല എന്നുള്ള ചോദ്യമാണ്. തോമസ് അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. താൻ നമ്മൾ ബന്ധപ്പെടുമ്പോൾ മാത്രമാണ് തോമസും ഈ വിഷയം റെഫർ ചെയ്തു എന്നുള്ള വിവരം അറിയുന്നത്. പിന്നീട് അവർ തമ്മിൽ ബന്ധപ്പെടുമ്പോഴാണ്, അത് തോമസും അജയും തമ്മിൽ സംസാരിക്കുമ്പോഴാണ് അതിനൊരു സ്ഥിരീകരണം തോമസിന് പോലും കിട്ടുന്നത്. അതായത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ നമ്മൾ അറിയുന്ന ആ സമയത്ത് മാത്രമാണ് തോമസിനും ഈ വിവരം. അതെന്തുകൊണ്ടാണ് രണ്ടുപേർ വാദിയായ ഒരു കേസിൽ അജയ്ക്ക് മാത്രം എല്ലാ വിവരങ്ങളും ലഭ്യമാകുന്നു, തോമസിന് യാതൊന്നും ലഭ്യമാകാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു സംശയം ഇപ്പോൾ അത് മറ്റൊരു രീതിയിൽ പുകഞ്ഞ കോൺഗ്രസിനുള്ളിൽ തന്നെ ശക്തമായൊരു ആക്ഷേപമായി ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. അതാണ് ACC ജനറൽ സെക്രട്ടറി ഷുക്കൂർ തന്നെ പറയുന്നത്. DCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകളോടൊന്നും തന്നെ ഈ വിവരം പങ്കുവച്ചിരുന്നില്ല എന്നുള്ളതാണ്. മാധ്യമങ്ങൾ അറിയിക്കുമ്പോൾ മാത്രമാണ് ജില്ലയുടെ ചുമതലയുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ കോൺഗ്രസിന്റെ ചുമതലയുള്ള, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയുമായി പ്രവർത്തകരുമായി ഏറ്റവും അധികം അടുപ്പമുള്ള KC വേണുഗോപാൽ MP പോലും അത് അപ്പോഴാണ് മാധ്യമപ്രവർത്തകർ പങ്കുവെക്കുമ്പോൾ മാത്രമാണ് ആ വിവരം അറിയുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇതൊരു വലിയ പരാതിയായി കോൺഗ്രസിനുള്ളിൽ ഉയരുന്നുണ്ട്. അത്തരത്തിൽ അത് നേതാക്കന്മാരുമായി ആ ഒരു വിഷയം പങ്കുവെക്കേണ്ടതുണ്ട്. അത് ഗൗരവകരമായ വിഷയമാണ് എന്നുള്ളതാണ് ഷുക്കൂർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനകത്ത് അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ, കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു തുടരന്വേഷണം അല്ലെങ്കിൽ ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് പറയുന്നു. ഇന്ന് വൈകിട്ട് ഈ വിഷയം, അതായത് ഈ ഗൺമാന്മാർക്ക് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള വിഷയം ഉന്നയിച്ചുകൊണ്ട് KC വേണുഗോപാൽ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാൻ ഇരിക്കെയാണ് ഇത്തരത്തിൽ ഉള്ളിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ആലപ്പുഴയിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഷുക്കൂറിന്റെ ഇപ്പോഴത്തെ പരാമർശം ശ്രദ്ധേയമാണ്. ശരണ്യ സ്നേഹിതനാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന് ഇന്ന് തുടക്കമാകും. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന സമരപരിപാടിയുടെ ഭാഗമായി 1500 കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കും. തൃശൂർ പൂരം കലക്കൽ ഗൂഢാലോചനയിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നതടക്കമുള്ള ആവശ്യം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. സൈബർ ആക്രമണത്തിൽ അർജുന്റെ കുടുംബം നൽകിയ കേസിൽ നിന്ന് മനാഫിനെ ഒഴിവാക്കിയേക്കും. കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിന് മുന്നിൽ കുടുംബം നൽകിയ മൊഴിയിൽ മനാഫിന്റെ പേരില്ല. ഇതോടെയാണ് പ്രതിപട്ടികയിൽ നിന്ന് മനാഫിനെ ഒഴിവാക്കാൻ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അല്ലെങ്കിൽ നീക്കം. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, എങ്ങനെയാണ് അനീഷ് ഈ മനാഫ് ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടതെന്നുള്ള സ്വാഭാവിക സംശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? എൽദോ, മറ്റൊരു വാർത്തയിലേക്ക് നമുക്കിപ്പോൾ കിടക്കേണ്ടി വരും. കാരണം MT വാസുദേവൻ നായരുടെ വീട്ടിൽ മോഷണം നടന്നിരുന്നു. ആ മോഷണവുമായി ബന്ധപ്പെട്ട പരിശോധനകൾക്കായി പോലീസ് സംഘം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡോഗ് സ്ക്വാഡ്, ഈ നായ്ക്കളെ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുന്നതിന്റെ ഭാഗമായാണ് ഈ സംഘം ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. K9 സ്ക്വാഡ്, കേരള പോലീസിലെ ആളുകളാണ് എത്തിയിരിക്കുന്നത്. ഫോറൻസിക് വിദഗ്ധരടക്കമുള്ളവർ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 26
6 പവൻ ആഭരണങ്ങളാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. 3, 4, 5 പവൻ തൂക്കം വരുന്ന 3 മാലകൾ, 3 പവൻ തൂക്കം വരുന്ന ഒരു വള, ഡയമണ്ട് പതിച്ച ഓരോ പവന്റെ 2 ജോഡി കമ്മൽ, ഡയമണ്ട് പതിച്ച 2 പവന്റെ ഒരു ലോക്കറ്റ്, മരതകം പതിച്ച 1 പവന്റെ ലോക്കറ്റ് എന്നിവയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും കാണാതായിരിക്കുന്നത്. കഴിഞ്ഞ 22 മുതൽ 30 വരെയുള്ള തീയതികളിലാണ് ഈ ആഭരണങ്ങൾ നഷ്ടമായതെന്ന സൂചനയാണ് കുടുംബം നൽകുന്നത്. ഇതിനുശേഷം കുടുംബം ഒരുപക്ഷെ ഈ ആഭരണങ്ങൾ ബാങ്ക് ലോക്കറിൽ ഉണ്ടാവും എന്ന ഒരു കണക്കൂട്ടലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ബാങ്ക് ലോക്കറിൽ പരിശോധന നടത്തിയെങ്കിലും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് വീട്ടിലും വളരെ വിശദമായ പരിശോധനകൾ നടത്തി. ഇതിനുശേഷം പോലീസിനെ വിവരം അറിയിച്ചു. പോലീസിൽ വിവരം അറിയിച്ച ശേഷം ഒരു വട്ടം കൂടി വിശദമായ പരിശോധനകൾ നടത്താനുള്ള നിർദ്ദേശം നൽകുകയും അവർ പരിശോധനകൾ നടത്തുകയും ചെയ്തു. ഇതിന് ശേഷവും ഈ ആഭരണങ്ങൾ കണ്ടുകിട്ടാത്ത സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പരാതി അദ്ദേഹത്തിന്റെ ഭാര്യ സരസ്വതി നൽകുകയും നടക്കാവ് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഏത് തരത്തിലാണ് മോഷണം നടന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ചിത്രമില്ല. കാരണം വീട് കുത്തി തുറക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഭാഗങ്ങൾ അടർത്തി മാറ്റുക അങ്ങനൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അസ്വാഭാവികമായ ഒന്നും ഇതുവരെ ഈ ആദ്യഘട്ട പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞുമില്ല. അതുകൊണ്ട് തന്നെ വീട്ടുജോലിക്കാർ അല്ലെങ്കിൽ ഈ ഹോം നഴ്സുമാരായി ജോലിക്ക് വരുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ഏതാണ്ട് 6 പേർ മാത്രം ഈ കാലയളവിൽ ഹോം നഴ്സുമാരായി മാറി മാറി പലവട്ടം ജോലിക്ക് എത്തിയിട്ടുണ്ട് എന്ന വിവരവും പോലീസിനുണ്ട്. എന്തായാലും ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. ഇപ്പോൾ പരിശോധനയ്ക്കായി എത്തിയ ഡോഗ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥർ MTയുടെ വീട്ടുകാരുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. അവർ അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുന്നു. അല്പസമയത്തിനകം വിരലടയാള വിദഗ്ധരടക്കമുള്ളവരും ഈ വീട്ടിലേക്ക് എത്തും. എൽദോ, അനീഷ്, എന്നാണെങ്കിലും പോലീസിന്റെ സംഘം അവിടെ കൂടുതൽ പരിശോധനയ്ക്കായി എത്തുന്നുണ്ട്. 26 പവൻ സ്വർണം നഷ്ടമായി എന്നുള്ളതാണുള്ള പരാതി. ഇപ്പോൾ ഇവരെന്താണ് മടങ്ങിയെത്തിയത് ഈ വീട്ടിലേക്ക്? എപ്പോഴാണ് ഇത് തിരിച്ചറിയുന്നത് ഇങ്ങനെ ഇത്രയും സ്വർണം നഷ്ടമായി എന്നുള്ളത്? ഇവർ അധിക സമയം വീട്ടിന് പുറത്തുണ്ടായിരുന്നില്ല എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വീട്ടിൽ തന്നെ ഉണ്ടായി. പക്ഷേ ഏത് സമയത്താണ് ഈ ആഭരണങ്ങൾ നഷ്ടമായത് എന്നതിനെക്കുറിച്ചൊരു കൃത്യമായ ചിത്രം നൽകാൻ കഴിയുന്നില്ല. ഈ ആഭരണങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരുന്നപ്പോൾ ആണ് ഇത്ര അധികം ആഭരണങ്ങൾ ഒന്നിച്ച് നഷ്ടമായതായി കണ്ടെത്തുകയും ഏതാണ്ട് 29-30 തീയതിയിലാണ് ഇത്തരമൊരു പരിശോധന നടത്തിയത്. എന്തായാലും ആഭരണങ്ങൾ വീട്ടിൽ സൂക്ഷിക്കാറുണ്ട്, ഒപ്പം മറ്റ് ലോക്കറിൽ, ബാങ്ക് ലോക്കറിൽ സൂക്ഷിക്കാറുണ്ട്. ഇത്തരം പലയിടങ്ങളിലായി ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ആശയക്കുഴപ്പം ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ ഉണ്ടായി കാണും. അത് വീട്ടിലാണോ അതോ ബാങ്കിന്റെ ലോക്കറിലാണോ എന്നതൊക്കെ സംബന്ധിച്ചൊരു ആശയക്കുഴപ്പം ആദ്യഘട്ടത്തിൽ ഉണ്ടായി കാണും. ഇതിനുശേഷമാണ് ഒരു വ്യക്തത വരുത്താനായി ബാങ്ക് ലോക്കറിലെ പരിശോധന നടത്തിയത്. തുടർന്ന് ബാങ്ക് ലോക്കറിലും വീട്ടിലും പരിശോധന നടത്തിയെങ്കിലും ആ സ്വർണം കണ്ടെത്താൻ കഴിയുന്ന, അല്ലെങ്കിൽ ഈ ആഭരണങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. സ്വർണം മാത്രമല്ല, സ്വർണത്തേക്കാൾ വിലപിടിച്ച ഈ മരതകവും രത്നവും അടക്കമുള്ള കല്ലുകൾ പതിപ്പിച്ച ആഭരണങ്ങളാണ് ഈ കൂട്ടത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മൂല്യം ലക്ഷങ്ങൾ വരും എന്നാണ് പോലീസ് തന്നെ പറയുന്നത്. എന്തായാലും പോലീസിന്റെ നിർദ്ദേശപ്രകാരവും ഒരു വട്ടം പൂർണ്ണ രീതിയിലുള്ള പരിശോധനകൾ വീട്ടുകാർ നടത്തിയിട്ടുണ്ട്. മുമ്പും പലതവണ ഇത്തരത്തിൽ ചെറിയ രീതിയിൽ കമ്മലുകളോ അല്ലെങ്കിൽ മോതിരങ്ങളോ അങ്ങനെയൊക്കെ കാണാതാവുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും ഒരു മോഷണമെന്ന് കരുതാൻ കഴിയില്ല. ഒരു പക്ഷേ മറവി കൊണ്ട് എവിടെയെങ്കിലും വെച്ചതോ അല്ലെങ്കിൽ യാദൃശ്യമായി നഷ്ടപ്പെട്ടതോ ഒക്കെ ആവാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വിശദമായ ഒരു പരാതി ആദ്യം തന്നെ നൽകാതിരിക്കുകയും ഒരു വിശദ പരിശോധന വീട്ടിൽ തന്നെ നടത്തി അതിനുശേഷം ഇത്തരത്തിലുള്ള ഒരു പരാതിയിലേക്ക് നീങ്ങാൻ MTയുടെ വീട്ടുകാർ തയ്യാറാവുകയും ചെയ്തു. ഇപ്പോൾ ഡോഗ് സ്ക്വാഡിലെ നായയുമായി ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്ന കാഴ്ച അല്പസമയത്തിനകം അകത്തേക്ക് കൊണ്ടുപോയി പരിശോധന നടത്തും. ഈ നടക്കാവ് CI സ്ഥലത്ത് ഉടനെ എത്തുമെന്നാണ് അറിയുന്നത്. അതിനുശേഷമാവും വളരെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുക. അത് വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് പോലീസ് ഇക്കാര്യം കരുതുകയും ചെയ്യുന്നത്. കാരണം വലിയ സാഹിത്യ പ്രതിഭയാണ്, ഭയങ്കരമായ ചിട്ടകളോട് ജീവിക്കുന്ന ഒരാളൊക്കെയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും എങ്ങനെ ഈ സ്വർണം നഷ്ടപ്പെട്ടു എന്ന ചോദ്യം തന്നെയാണ് ബാക്കിയാവുന്നത്. പുറത്തു നിന്നുള്ള ആളുകൾ സാധാരണ ആ വീട്ടിലേക്ക് കടക്കാറില്ല. അപരിചിതരായ ആളുകളെയോ അല്ലെങ്കിൽ മറ്റു ആളുകളെയോ ആ വീട്ടിലേക്ക് കടത്തിവിടാൻ അവിടുത്തെ ആളുകൾ സമ്മതിക്കാറുമില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് ഉള്ളിൽ കടന്ന ആളുകളിൽ തന്നെ കേന്ദ്രീകരിച്ച് ഈ അന്വേഷണം നടക്കുന്നത്. വീട്ടുജോലിക്കാർ, ഹോം നഴ്സുമാർ, അങ്ങനെ പലവിധ ആളുകൾ ആ വീട്ടിലേക്ക് അവിടെ വിവിധ സേവനങ്ങൾ നൽകാനായി ചെല്ലുന്നുണ്ട്. അവരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. എന്തോ യെസ്, അന്വേഷണം അത്തരത്തിൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ പോലീസിന്റെ K9 സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് അവിടെ എത്തിയിട്ടുണ്ട്.
കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും, അതിലൊരു വ്യക്തത വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അനീഷ് ഇപ്പോൾ ഉള്ളത് MT വാസുദേവൻ നായരുടെ വീട്ടിലാണ് എന്നുള്ളത്. എങ്കിൽ പോലും അനീഷ്, മനാഫിൻ്റെ ആ കേസിൻ്റെ വിശദാംശങ്ങൾ കൂടി പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കാം. തീർച്ചയായും മനാഫിന്റെ കേസുമായി ബന്ധപ്പെട്ട പോലീസ് ഇന്നലെ മൊഴിയെടുത്തിരുന്നു. പ്രാഥമിക പരിശോധനകൾ നടത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ യൂട്യൂബ് പേജിലും മറ്റുമൊക്കെ പരിശോധനകൾ നടത്തി. നേരിട്ട് മനാഫിനെ ഈ കേസുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ വർഗീയപരമായ പ്രചാരണം മനാഫിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്ന വിലയിരുത്തലാണ് പോലീസിനുള്ളത്. പക്ഷേ മനാഫിന്റെ പേജിലെ വീഡിയോകളിൽ ചില കമന്റുകൾ വർഗീയ വിദ്വേഷ പ്രചാരണത്തിന്റെ ഭാഗമായി നടന്നിട്ടുണ്ടെന്ന് പോലീസ് വിലയിരുത്തുകയും ചെയ്യുന്നു. അത്തരത്തിൽ കമന്റുകൾ ഇട്ട ആളുകളെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം 6 യൂട്യൂബ് ചാനലുകൾക്കെതിരെയും പോലീസ് നടപടിയെടുക്കുമെന്ന വിവരങ്ങൾ തന്നെ ലഭിക്കുന്നു. ഇവയുമായി ബന്ധപ്പെട്ട ഉടമസ്ഥാവകാശം, IP അഡ്രസ്സ്, മറ്റ് വിശദാംശങ്ങൾ എന്നിവ അറിയുന്നതിനായി ഗൂഗിളിന് കത്തയച്ചിട്ടുണ്ട്. വൈകാതെ ഗൂഗിളിൽ നിന്നും ഈ പേജ് ആരുടെയാണ് അല്ലെങ്കിൽ ആരാണിത് കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുമെന്നാണ് കരുതുന്നത്. ഇന്നലെ അർജുന്റെ കുടുംബത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ആ മൊഴിയിലും മനാഫിനെ പേരെടുത്ത് വിമർശിക്കുന്ന തരത്തിലുള്ള ഒരു മൊഴി നൽകിയിട്ടില്ല. മനാഫിന്റെ യൂട്യൂബ് പേജിൽ ഷെയർ ചെയ്ത വീഡിയോയുടെ താഴെ വന്ന കമന്റുകളെ കുറിച്ചാണ് അതിൽ പരാമർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് പോലീസ് ഇക്കാര്യം കൈകാര്യം ചെയ്യുന്നത്. സൈബർ വിങ് വളരെ വിശദമായ പരിശോധനകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. വൈകാതെ ഇക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായേക്കാം. എന്തായാലും നിലവിൽ മനാഫ് നേരിട്ട് ഇത്തരം വിദ്വേഷക വീഡിയോകൾ പങ്കുവച്ചിട്ടില്ല എന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ കേസിൽ നിന്നും ഒഴിവാക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് ഉള്ളതെന്നാണ് പോലീസ് പറയുന്നത്. അല്ലേ? ശരി അനീഷ്, എന്താണെങ്കിലും മനാഫിനെ കേസിൽ നിന്നും ഒഴിവാക്കാനുള്ള നീക്കത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കോതമംഗലത്ത് അവിടെ ഭൂത്താങ്കട്ടടുത്ത് സിനിമാ ചിത്രീകരണത്തിനിടെ കാട് കയറിയ നാട്ടാന പുതുപ്പള്ളി സാധുവിനെ കണ്ടെത്തി എന്നുള്ളതാണ്. വനംവകുപ്പിന്റെയും RRTയുടെ നേതൃത്വത്തിലുള്ള 50 അംഗ സംഘമാണ് തിരച്ചിൽ നടത്തിയത്. ആനയെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. തടത്താവിള മണികണ്ഠൻ എന്ന ആനയുടെ കുത്തേറ്റ് ഇന്നലെയാണ് പുതുപ്പള്ളി സാധു ഉൾക്കാട്ടിലേക്ക് കയറിയത്. ഡാനി എന്നാലും ആശ്വാസകരമാണ് സാധുവിനെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത്. എന്നാലും ഉൾക്കാട്ടിലേക്ക് അധികം പോകാതിരുന്നതാണോ എളുപ്പത്തിലാക്കിയത് കാര്യങ്ങൾ? തീർച്ചയായും എൽദോ അത് തന്നെയാണ്. കാരണം ഉൾക്കാട്ടിലേക്ക് അധികം പോയിട്ടില്ല എന്നത് തന്നെയാണ്. ഈ തുണ്ടത്തിൽ റേഞ്ച്, ആ തുണ്ടത്തിൽ ഫോറസ്റ്റ് റേഞ്ചിന്റെ അതിന്റെ പരിധിയിൽ തന്നെ അത് ഉണ്ടായിരുന്നു എന്നാണ്. ആദ്യഘട്ടത്തിൽ ഇത് ഉൾക്കാട്ടിലേക്ക് പോകാൻ, കാരണം ഇടമലയാറിന്റെ അതൊരു പരിസര പ്രദേശങ്ങളെല്ലാം നിബിഡ വനങ്ങളാണ്. അകത്തേക്ക് പോകും തോറും കൂടുതൽ കാട്ടിലേക്ക്, ചതുപ്പിലേക്ക് എല്ലാം തന്നെ പോകുന്നൊരു സാധ്യതകളുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ അനുമാനിച്ചിരുന്നത് അത്ര ദൂരം ആന സഞ്ചരിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെയായിരുന്നു. കാരണം ഇന്നലെ രാത്രിയോടുകൂടി ഇരുട്ട് പരന്നതോടുകൂടിയാണ് ഈ ദൗത്യം ഉപേക്ഷിക്കുന്നത്. അപ്പോൾ അതിനുശേഷമുള്ള സമയത്തേക്ക് ആന നീങ്ങാനുള്ള ഒരു സാധ്യത അത് കൂടുതൽ കണക്കിലെടുത്തിരുന്നു. മുന്നോട്ട് പോയേക്കാമെന്ന് തന്നെയാണ് സാധ്യത കണക്കിലെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇന്ന് വലിയ രീതിയിൽ നിരീക്ഷണം നടത്തേണ്ടി വരുമെന്ന നിഗമനത്തിൽ തന്നെയായിരുന്നു. പക്ഷേ കൃത്യമായി ആനയെ ട്രാക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ട് തന്നെ അനുമാനമുണ്ടായിരുന്നു. കാരണം ഈ വനപരിധിയിൽ അവിടെയെല്ലാം തന്നെ നിരീക്ഷണ ക്യാമറകൾ, വന്യമൃഗങ്ങളുടെ ഒരു സഞ്ചാരം നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. അതിലെല്ലാം തന്നെ ആനയുടെ ചിത്രങ്ങൾ പതിഞ്ഞതായിട്ട് കണ്ടെത്തിയിരുന്നു. പിന്നീട് ഇന്ന് രാവിലെ ഇതിന്റെ ഈ ആനയുടെ കാല് പതിഞ്ഞ ഇടങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ അത് കണ്ടെത്തി മുന്നോട്ട് പോകാനായിട്ടെല്ലാം തന്നെ സാധിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയും ശുഭപ്രതീക്ഷ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ആനയെ സാധുവിനെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇനി അത് ആനയെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഏത് രീതിയിൽ എന്നതാണ് ഇനിയിപ്പോൾ ആലോചിക്കുന്നത്. ഇതിപ്പോൾ പരിക്കുകളോ ഒന്നും തന്നെയും കണ്ടെത്തിയിട്ടില്ല. ആനയുടെ ശരീരത്തെ ആരോഗ്യവാനാണ് എന്ന രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട്. എങ്കിലും അത് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് അത് ഭക്ഷണം കഴിച്ചത്. പിന്നീട് മറ്റൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. വെള്ളം അത് ലഭിച്ചിട്ടുണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. കാരണം ഈ നീർച്ചോലകളുള്ള ഒരു പ്രദേശം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലേക്ക് വലിയ ജലത്തിന്റെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ നേരിട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആന ആരോഗ്യവാനാണ് എന്ന രീതിയിൽ തന്നെയാണ് ഒരു കണക്ക് കൂട്ടലുള്ളത്. ഇതിനെ എങ്ങനെയാണ് തിരിച്ച് കൊണ്ടുവരിക എന്നത്, വണ്ടിയിലേക്ക്, വാഹനത്തിലേക്ക് എത്തിക്കാവുന്ന ഒരു ദൂരം അതിലാണോ നിൽക്കുന്നതെന്ന് സംബന്ധിച്ച് പൂർണ്ണമായിട്ടും അറിഞ്ഞിട്ടില്ല. അത് മാത്രവുമല്ല, ഇതിൽ മറ്റ് ചങ്ങലകളോ മറ്റൊന്നും തന്നെയും ആനയുടെ
അദ്ദേഹത്തെ ഇല്ലതാനും. അപ്പോൾ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ പരിചിതമായ പാപ്പാനും ഉടമയും എല്ലാം തന്നെ എത്തിയാൽ മാത്രമേ ആ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ നടക്കുകയുള്ളൂ, അനുനയിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയുള്ളൂ. പക്ഷെ അവരെല്ലാം അതിലൊരു ശുഭപ്രതീക്ഷയാണ്. കാരണം വലിയ അനുസരണക്കേടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെ പ്രകടിപ്പിക്കാത്ത ഒരു ആന തന്നെയാണ്. വലിയ ആരാധക വൃന്ദമുള്ളതാണ്. ഏതാണ്ട് 97-98 അസമിൽ നിന്ന് ആന ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. പിന്നീട് ഈ കേരളത്തിന്റെ ഒരു നാട്ടുശീലങ്ങളെല്ലാം തന്നെ അതിന് തീർത്തും പരിചിതമായ വഴക്കമുള്ളൊരു സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാടിന്റെ ഒരു സാഹചര്യത്തിൽ നിന്നെല്ലാം മാറിയിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ട്. 57 വയസ്സുള്ള ആന. അപ്പോൾ തിരിച്ച് ആന കാട്ടിലേക്ക് കയറുമ്പോൾ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. കാട്ടാനകൾ എല്ലാം തന്നെ വളരെ വിഹാരമുള്ളൊരു സ്ഥലമാണ് ഈ പ്രദേശമെന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായും പോസിറ്റീവായിട്ട് തന്നെയാണ്. ഉൾക്കാട്ടിലേക്ക് വടവും മറ്റ് സംവിധാനങ്ങളുമായിട്ട് വനപാലകരടക്കം അകത്തേക്ക് പോയിട്ടുണ്ട്. ഒപ്പം തന്നെയും ആനയുടെ പാപ്പാനും ഉടമസ്ഥനും എല്ലാം തന്നെ അകത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളില്ലാതെ വലിയ സങ്കീർണതകളില്ലാതെ ആനയെ പുറത്തെത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നിലവിലുള്ളൊരു പ്രതീക്ഷ. ഡാനി, ഈ ഒരു പ്രശ്നം ഇപ്പോൾ ആ തേക്ക് പ്ലാന്റേഷൻ ഉണ്ട്. പ്ലാന്റേഷൻ അപ്പുറത്തേക്ക് ഒരു ചതുപ്പ് സ്ഥലമാണ്, അതിനുമപ്പുറത്തേക്ക് ഉൾക്കാടാണ്. അപ്പോൾ ഈ ആനയെ അവിടെ തന്നെ നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആനയുടെ പരിസരത്ത് ആനയുടെ പാപ്പാനോ അല്ലെങ്കിൽ പാപ്പാന്മാരോ ഒക്കെ ഉണ്ട് എന്നുള്ള വിവരം വരുന്നുണ്ടോ? ആനയെ അവിടെ തന്നെ കൂടുതൽ ദൂരത്തേക്ക് പോകാത്ത രീതിയിൽ. എൽദോ, നിലവിലുള്ളൊരു വിവരങ്ങൾ ആനയുടെ പാപ്പാൻ ഉടമ ഇവരെല്ലാം തന്നെ അതിന്റെ പരിസരത്തേക്ക് രാവിലെ അവിടേക്ക് കൊണ്ടുചെല്ലാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അവർ അതിനടുത്തേക്ക് എത്തുന്നു എന്നുള്ളൊരു സൂചനകളുണ്ട്. അതുകൊണ്ട് തന്നെയും ആന മാത്രവുമല്ല, ആന കൂടുതൽ ദൂരത്തേക്ക് സഞ്ചരിക്കുന്നില്ല. അത് ആ ഭാഗത്ത് തന്നെ നിലയുറപ്പിക്കുകയാണ്. അതല്ലെങ്കിൽ ആ ഭാഗത്ത് തന്നെയാണ് അത് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെയും അകത്തേക്ക് ഇപ്പോൾ കയറാനുള്ളൊരു സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ സമയം കൊണ്ട് തന്നെയും പാപ്പാന്മാരും മറ്റും ആ സ്ഥലത്തേക്ക് എത്താനും അതിന്റെ അടുത്തേക്ക് വരാനും എല്ലാം തന്നെ സാധിക്കുകയും ചെയ്യും. നേരത്തെ ഇത് സൂചിപ്പിച്ചതുപോലെ ഈ ചതുപ്പ് നിറഞ്ഞ ഒരു പ്രദേശം കൂടി, തേക്ക് പ്ലാന്റേഷൻ കഴിയുമ്പോൾ ചതുപ്പ് നിറഞ്ഞ ഒരു പ്രദേശം കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അറിയേണ്ടത് അതിനപ്പുറത്തോ അത് കടന്നു ഇന്നലെ നീങ്ങുന്നുവെന്നായിരുന്നു. പക്ഷെ തിരിച്ച് ഇറങ്ങിയോ എന്നുള്ളതാണ്. കാരണം എങ്കിൽ മാത്രമാണ് ഈ വാഹനത്തിലേക്ക് കയറ്റുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ എളുപ്പമാകുകയുള്ളൂ. മാത്രവുമല്ല ഇതിനെ വടം കെട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് കുറച്ചുകൂടി സമയം അതിന്റെ ഒരു അപ്ഡേഷന് വേണ്ടി എടുത്തേക്കും. പ്രത്യേകിച്ച് ഇതിനകത്തേക്ക് ആരെയും തന്നെയും കയറ്റിവിടുന്നില്ല. അത് സ്വാഭാവികമായും അത് വനപാലകരുടെ നിയന്ത്രണത്തിൽ, മാത്രവുമല്ല ഈ സാഹചര്യങ്ങൾ സങ്കീർണമാകാതെ നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവരൊരു ഫോറസ്റ്റ് ഓഫീസർമാരെ അടക്കമുള്ളൊരു നിയന്ത്രണത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. തിരിച്ച് ഇറങ്ങുമ്പോൾ മാത്രമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ നിലവിൽ അറിയാൻ കഴിയുന്നത് വലിയ സങ്കീർണതകളില്ലാതെ, വലിയ വിഷയങ്ങളില്ലാതെ സാധു എന്ന ആനയെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്ന ഒരു പ്രതീക്ഷയാണ് പകരുന്നത്. അത് തന്നെയാണ് ഈ ഉടമസ്ഥരുമായി ബന്ധപ്പെട്ടവരും തന്നെ അറിയിക്കുന്നത്. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത ഒരു ആനയാണ് ഇതുവരെ. തൃശ്ശൂർ പൂരത്തിലടക്കം എല്ലാം തന്നെ അതിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. അപ്പോൾ ഇതുവരെയും അങ്ങനെ ഒരു മതപ്പാടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് അതിനെ അനുനയിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ തന്നെ കഴിയും. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. ആനപ്പാപ്പാനും ആനപ്പാപ്പന്മാരും ഉടമയും അടങ്ങുന്ന ഒരു സംഘം അതിനടുത്തേക്ക് എത്താറായി എന്ന് തന്നെയാണ് ഒടുവിൽ ലഭ്യമാകുന്ന ഒരു വിവരം. എൽദോ, എന്നാലും സാധുവിനെ കണ്ടെത്താൻ കഴിഞ്ഞു. ഇനി സാധുവിനെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത ശ്രമകരമായിട്ടുള്ള ദൗത്യം. ആ ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ ആനയെ നമുക്ക് പൂർണ്ണ ആരോഗ്യവാനായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതും ആശാവഹമാണ്, പ്രതീക്ഷ നൽകുന്നു. ആന കൂടുതൽ നീങ്ങുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പോസിറ്റീവായിട്ടുള്ള ഘടകം. ഡാനി, ഈ ദൗത്യം ശ്രമകരമാണ്. പ്രത്യേകിച്ചും ഡാനി ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ സിനിമാ ചിത്രീകരണത്തിനായി ഒരു കാട്ടാനയായി വേഷം ചെയ്യുന്ന മട്ടിലാണ് ആന അവിടെ നിന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചങ്ങലയൊക്കെ പൂർണ്ണമായിട്ട് നീക്കി പൂർണ്ണ സ്വതന്ത്രനാണ് സാധു. അപ്പോൾ ഈ ഒരു ഭയപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. വിരണ്ടോടിയതാണ് ആന. ആ വിരണ്ടോടിയ ആനയുടെ മട്ട് അത് ഒരുപക്ഷെ അത്യാവശ്യം അപ്രതീക്ഷിതവും അപരിചിതവുമായിരിക്കും സാധുവിൻ്റെ പാപ്പാന് പോലും. അപ്പോൾ അത് ഒരു പ്രതിസന്ധിയാകുമോ എന്നുള്ള സംശയമുണ്ടോ?
എൽദു സൂചിപ്പിച്ചത് 100% ശരിയാണ്. കാരണം ഇന്നലെ ഇവിടെ ഷൂട്ടിങ്ങിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് സെപ്റ്റംബർ 30 മുതൽ ഇവിടെ ഷൂട്ടിങ്ങിന് അത് വനംവകുപ്പ് അനുമതി നൽകിയിരുന്നു. തെലുങ്ക് ചിത്രം, വിജയ് ദേവരകൊണ്ട നായകനാവുന്ന ചിത്രം. ഇതൊരു ശ്രീലങ്കൻ പശ്ചാത്തലത്തിലുള്ള ഒരു ചിത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വനമേഖലയിൽ നടക്കുന്ന ഒരു ചിത്രീകരണമാണ്. ഏതാണ്ട് 5 ആനകളെയാണ് ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നത്. ഡാനി, ഒരു നിമിഷം. ഇപ്പോൾ എൽദോസ് ബേബി വടാട്ടുപാറ അവിടെ മെമ്പറാണ്. എൽദോസ്, ഈ ആനയെ കണ്ടെത്തി എന്നുള്ളത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരാമോ? നിലവിൽ ഇപ്പൊ ആനയെ കണ്ടെത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു 4 വർഷവും കൂടിയിട്ട്. ഇപ്പൊ നിലവില് അത് സിനിമ ഷൂട്ടിംഗ് നടന്ന മേഖലയുണ്ട്. ഇപ്പൊ തുണ്ടത്ത് നെടുമയാർ പോകുന്ന വഴി ഒരു പാറയുടെ ഭാഗത്താണ്. ആ ഷൂട്ടിംഗ് നടന്ന തൊട്ടടുത്ത് തന്നെയാണ് ഈ ആന ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് നമുക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന സ്ഥലത്ത് തന്നെ. അവിടുന്ന് ഒരു ഏകദേശം വെച്ചിട്ടുണ്ടെങ്കിൽ ഷൂട്ടിംഗ് നടന്ന തൊട്ടടുത്ത പ്രദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തൊട്ടടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറെ അടുത്തല്ല, ഇച്ചിരി ഉള്ളില് ഏകദേശം ആ ഭാഗത്ത് തന്നെ. ഇപ്പൊ 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് അത്ര ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മറ്റുള്ള ആളുകളെ നമ്മൾ കടത്തി വിടുന്നില്ല. ഈ കണ്ടെത്തിയത് എങ്ങനെയാണ് ആനയെ? അല്ല, അവര് നിലവില് രാവിലെ തൊട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും വാച്ചർമാരെല്ലാം ഇങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് തെരച്ചിൽ നടത്തുകയായിരുന്നു. ഒരു ആനയുടെ പാപ്പാൻ ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ആന എങ്ങനെയാ ആനയുടെ പാപ്പാനോടൊക്കെ മെരുങ്ങി തന്നെയാണോ ഇടപെടുന്നത്? അല്ല, അങ്ങനെ അത് ഇപ്പൊ നിലവിലത്തെ അവിടേക്ക് വേറെ പുറത്തുനിന്നുള്ള ആരെയും കടത്തി വിടുന്നില്ല. ഇപ്പൊ നമ്മളവിടെ നിന്ന് വിളിച്ച് കിട്ടിയ ഒരു ഇൻഫർമേഷൻ നമ്മളെല്ലാം പുറത്താണുള്ളത്. കൂടെ നമ്മളില്ല, അടുത്തില്ല കേട്ടോ. ആണല്ലേ? ഓക്കെ ഓക്കെ. ഇത് എത്ര ദൂരമുണ്ട് റോഡിൽ നിന്ന് ലോറിയിലേക്ക് കയറ്റാൻ എളുപ്പത്തിലുള്ള സ്ഥലമാണോ? അവിടുന്ന് വേറെ വിഷയമൊന്നും ഇല്ല. നടത്തി അവരെ കൂടെ തന്നെ കടന്നു ലോറി തന്നെ കയറ്റുന്ന പറയും. ലോറി കയറ്റി ഇപ്പൊ തന്നെ കൊണ്ടുപോകും. താമസമില്ല അല്ലേ? താമസമില്ല. ശരി ശരി. ആരോഗ്യവാനാണ്? ആരോഗ്യവാനാണ്, കുഴപ്പമൊന്നുമില്ല. വേറെ ആനയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അവിടെ ഈ ആനശല്യമുള്ള സ്ഥലമാണോ ആ പ്രദേശം? ഈ പ്രദേശം ആന ശല്യമുള്ള, കാട്ടാന ശല്യമുള്ള മേഖല തന്നെയാണ് കേട്ടോ. ആണല്ലേ? ഓക്കെ. എന്തായാലും താങ്ക് യു. എൽദോസ് ബേബി കുട്ടമ്പുഴ വാർഡംഗമാണ് പ്രതികരിച്ചത്. ഈ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞു. അത് ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ സമീപത്ത് തന്നെയുണ്ട് എന്നുള്ളതാണ്. നാട്ടാനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ഉള്ളിലേക്ക് കയറിപ്പോയ സാഹചര്യവുമില്ല. അതും ആശ്വാസകരമാണ്. പരിക്കില്ല എന്നുള്ളതും ആശ്വാസകരമാണ്. രാവിലെ മുതൽ നടത്തിയ തെരച്ചിലാണ്. തെരച്ചിലിനൊടുവിൽ സാധുവിനെ കണ്ടെത്താൻ കഴിഞ്ഞു. പുതുപ്പള്ളി സാധുവിനെ ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ സമീപത്ത് നിന്ന് തന്നെ കണ്ടെത്തി എന്നുള്ളതാണ്. ഇനി പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. എൽദോസ് ബേബി നാട്ടുകാരനാണ്, വാർഡ് മെമ്പറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഡാനി, എന്തായാലും എൽദോസ് ബേബി എന്ന വാർഡ് മെമ്പർ പറയുന്നത് ആശാവഹമായിട്ടുള്ള കാര്യമാണ്. കാരണം അത്രമാത്രം ദൂരമില്ല. ഓക്കെ, റൈറ്റ്. ഡാനി അവിടെ നിന്നുള്ള വിവരങ്ങൾ വരും ബുള്ളറ്റിൽ നൽകും. ബൂത്താങ്കട്ടിലേക്ക്, ആ പുതുപ്പള്ളി സാധുവിൻ്റെ ലൊക്കേഷനിലേക്ക് ഉള്ള യാത്രയിലാണ് ഡാനി. നമ്മൾ ഒരു ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗത്തിൽ മടങ്ങിയത്. കോട്ടയത്ത് ആംബുലൻസ് വീട്ടിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ രോഗി മരിച്ചു. പാലപ്പുഴ സ്വദേശി PK രാജുവാണ് അമിത രക്തസ്രാവത്തെ തുടർന്ന് മരിച്ചത്. പൊൻകുന്നം അട്ടിക്കലിൽ പുലർച്ചെ 4 മണിക്കായിരുന്നു അപകടം. ശ്രീജിത്ത് ചേരുന്ന വിവരങ്ങളുമായി. ശ്രീജിത്ത്, അങ്ങേറ്റം ദൗർഭാഗ്യകരമാണ് സംഭവം. എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? പുലർച്ചെ 4 മണിയോടുകൂടിയായിരുന്നു എൽദോ ഈ അപകടം. ഈ പാലയിലെ ആശുപത്രിയിലേക്ക് അതിവേഗം പോവുകയായിരുന്നു. ഇതിനിടെയാണ് നിയന്ത്രണം വിട്ട് അവിടെ വഴിവക്കിലുണ്ടായിരുന്ന, അട്ടിക്കലിൽ വഴിവക്കിലുണ്ടായിരുന്ന വീട്ടിലേക്ക് ഈ വണ്ടി ഇടിച്ചു കയറുന്നത്. ഈ ആംബുലൻസ് ഡ്രൈവർക്കടക്കം ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഈ ആംബുലൻസിൽ ഉണ്ടായിരുന്ന രോഗി രാജു പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും മരിച്ചു എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ സംഭവം. കാഞ്ഞിരപ്പള്ളി 26-ാം മൈലിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പാലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ഇദ്ദേഹത്തെ കൊണ്ടുപോയത്. ഇദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പ്രമേഹം അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് പാലയിലേക്ക് മാറ്റിയത്. ഇതിനിടെയാണ് ഈ അപകടം കൂടി ഉണ്ടാകുന്നത്. എന്തായാലും ഈ വീട്ടിൽ അമ്മയും 2 മക്കളും കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും നിലവിൽ കാര്യമായ പരിക്കുകളോ ഒന്നും ഇല്ല. അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആശ്വാസകരമായ ഒന്നുള്ളത്. എന്തായാലും പുലർച്ചെയാണ് 4 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ശ്രീത, ആംബുലൻസ് കീഴ്മേൽ മറിഞ്ഞു തോന്നുന്നു അല്ലേ? വട്ടം മറയുന്ന സാഹചര്യമാണ്. അപ്പോൾ ഈ അപകടത്തെ തുടർന്നുണ്ടായ രക്തസ്രാവമാണോ ഈ രാജുവിന്റെ മരണത്തിലേക്ക് നയിച്ചത്?
എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എൽദോ. കാരണം അത്രയും പുലർച്ചെയുണ്ടായ സംഭവമാണ്, അത്രയും വലിയൊരു അപകടമാണ്. വട്ടം മറിഞ്ഞു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ദൃക്സാക്ഷികൾ അവിടെ ഉണ്ടായിരുന്നവരിൽ നിന്നൊക്കെ ലഭ്യമാകുന്ന വിവരങ്ങൾ അങ്ങനെ തന്നെയാണ്. എന്തായാലും അതിനെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്നു കൂടിയാണ് കാഞ്ഞിരപ്പള്ളിയിലെ ആശുപത്രിയിൽ നിന്ന് പാലയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അതും പ്രധാനപ്പെട്ടതാണ്. മാറ്റുന്നതിനിടെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ കലശലായിരുന്നു. എന്തായാലും ഈ അപകടം കൂടി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു. അമിത രക്തസ്രാവം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇനി മറ്റ് നടപടികൾ, പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും. അതിനുശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു വ്യക്തത വരിക. റൈറ്റ്, ഇതാണ് ദൃശ്യങ്ങൾ. ആ വീടിൻ്റെ മുൻഭാഗം ഏറെക്കുറെ പൂർണ്ണമായും തകർന്നു. ആ വീടിനുള്ളിൽ ഉണ്ടായിരുന്നവർ സുരക്ഷിതരാണ് ഭാഗ്യവശാൽ. പക്ഷേ ആ ആംബുലൻസിൽ യാത്ര ചെയ്തിരുന്ന രോഗി രാജുവിന് ദാരുണാന്ത്യം സംഭവിച്ചു. പാലയിലെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെയാണ് ഈ അപകടമുണ്ടായത്. ആംബുലൻസ് ആ വീട്ടിലേക്ക് റോഡിൻ്റെ വശത്തോട് തന്നെ ചേർന്നാണ് ആ വീട്ടിലേക്ക് ഇടിച്ചു കയറുന്ന സാഹചര്യമായിരുന്നു. പുലർച്ചെയുണ്ടായ അപകടമാണ്. എന്താണെങ്കിലും അപകടത്തിൽ ഒരു മരണം സംഭവിച്ചു എന്നുള്ളതാണ്. ഡ്രൈവർ സാരമായി പരിക്കേറ്റിട്ടില്ല. ഡ്രൈവർ നേരിയ പരിക്കുകളോട് രക്ഷപ്പെട്ടു എന്നുള്ളതും ആശ്വാസകരമാണ്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിലെ വിടുതൽ ഹർജിയിൽ വിധി ഇന്ന്. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഒന്നാം പ്രതിയായ കേസിലാണ് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി വിധി പറയുക. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BSP സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദരയ്ക്ക് പത്രിക പിൻവലിക്കാൻ കോഴ നൽകുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് കേസ്. KV ബൈജു വിവരങ്ങൾ നൽകും. ബൈജു, എന്താണ് വിശദാംശങ്ങൾ ഈ കേസ് സംബന്ധിച്ച്? എൽദോ, കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിർണായക ദിനമാണ്. നമുക്കറിയാം, നേരത്തെ വലിയ ചർച്ചയുണ്ടായ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ അതിൽ വിടുതൽ ഹർജിയിലെ വിധിയാണ് ഇന്നുണ്ടാവുക. ഏതായാലും കെ സുരേന്ദ്രൻ ഇന്ന് ജില്ലയിലെത്തിയിട്ടുണ്ട്. നേരിട്ട് ഹാജരാവാൻ, അതായത് വിധി ഉണ്ടാകുന്ന ഇന്ന് നേരിട്ട് ഹാജരാവാൻ കോടതി ഉത്തരവിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ 5 പേരും ഇന്ന് നേരിട്ട് ഹാജരാകുന്നുണ്ട്. എന്തായാലും ഇതിൽ 3 സാധ്യതകളാണ് നിയമവിദഗ്ധർ പറയുന്നത്. ഒരുപക്ഷെ ഈ കേസ് ഇത്തരത്തിൽ രാഷ്ട്രീയപരമായും കെട്ടിച്ചമച്ചതാണെന്നാണ് കെ സുരേന്ദ്രൻ വാദിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിന്നും 5 പ്രതികളെയും കുറ്റവിമുക്തരാക്കിയേക്കാം. അതല്ലെങ്കിൽ ഇതിൽ ഏറ്റവും ഗുരുതരമായ ഒരു വകുപ്പുള്ളത് പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയലാണ്. ആ നിയമം ഇതിൽ നിൽക്കില്ല എന്ന് തന്നെയായിരുന്നു ആദ്യം മുതലേ തുടക്കത്തിലെ തന്നെ കെ സുരേന്ദ്രന്റെ അഭിഭാഷകർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ആ നിയമം എടുത്തു കളഞ്ഞേക്കാം. അതല്ലെങ്കിൽ ഈ വിടുതൽ ഹർജി തള്ളി വിചാരണ നടപടികൾ നേരിടാൻ കോടതി നിർദ്ദേശം നൽകിയേക്കാം. എന്തായാലും ഇത് 3 സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നിർണായകം തന്നെയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുന്ദരെ തട്ടിക്കൊണ്ടുപോയി, ഈ BSP സ്ഥാനാർത്ഥിയെ സുന്ദരെ തട്ടിക്കൊണ്ടുപോയി ഇത്തരത്തിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ 2.5 ലക്ഷം രൂപയും മൊബൈൽ ഫോണും നൽകിയെന്നാണ് കേസ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ, തട്ടിക്കൊണ്ടുപോകൽ, തെരഞ്ഞെടുപ്പ് കോഴ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ്. എന്തായാലും ഈ കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ഇത്തരത്തിൽ വിടുതൽ ഹർജി നൽകിയത്. ഏതായാലും 1 വർഷമാകുന്നു. ഇതിന്റെ വാദങ്ങളൊക്കെ പൂർത്തിയായി. ഇന്ന് വിധിയാണ്. എന്തായാലും സുരേന്ദ്രൻ ഉൾപ്പെടെ 5 പേരും ഇന്ന് നേരിട്ട് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയിൽ ഹാജരാകുന്നുണ്ട് എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും ഇത് 12 മണിയോടുകൂടി ഇതിൽ ഒരു വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എൽദോ. റൈറ്റ്, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കെ സുരേന്ദ്രന് ആ വിധി നിർണായകമാണ് താനും. മുഖ്യമന്ത്രിക്കും CPM-നുമെതിരെ രൂക്ഷ വിമർശനവുമായി കാന്തപുരം വിഭാഗവും. പിണറായി വിജയൻ ആരുടെ PR ഏജൻസി എന്ന തലക്കെട്ടിൽ SSS മുഖപത്രമായ റിസാല വാരികയിലാണ് വിമർശനം. തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന്റെ കാരണം ന്യൂനപക്ഷ പ്രീണനമാണെന്ന ഹിന്ദുത്വ പ്രചാരണത്തിൽ CPM വീണു. ADGP RSS കൂടിക്കാഴ്ചകളെ CPM നിസ്സാരവൽക്കരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇടതുപക്ഷത്തെ തന്നെയാണോ പ്രതിനിധീകരിക്കുന്നത് എന്നതിൽ സംശയമുണ്ടെന്നും റിസാലയിൽ വിമർശനമുയരുന്നു. ഇങ്ങനെ പോയാൽ CPM പൊടി പോലും ഉണ്ടാകില്ല, കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നുള്ളതും മുഖപ്രസംഗത്തിലെ ഒരു വിമർശനമാണ്. CV അനുമോദ് ചേരുന്ന വിവരങ്ങളുമായി. അനുമോദ്, ഈ മലപ്പുറം പരാമർശം എന്ന തരത്തിൽ ഉയർന്ന വിവാദവും ഈ വിമർശനത്തിൽ പങ്കുവെക്കുന്നുണ്ടോ റിസാല? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കാലങ്ങളായി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന കാന്തപുരം വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നാണ് ഈ വിമർശനം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് കാന്തപുരം വിഭാഗത്തിന്റെ സ്റ്റുഡൻസ് ഫെഡറേഷൻ ആണ്, SSF. അതിന്റെ
മുഖപത്രമാണ് റിസാല. അതിലാണ് പിണറായി വിജയനെതിരെ ഇത്രയും അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഈ ഒരു ADGP RSS കൂടിക്കാഴ്ച അത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും നടപടി സ്വീകരിക്കാത്തത്? അത് എന്തിന്റെ തെളിവാണെന്ന ചോദ്യം ഉയർത്തുന്നു. ഈ അഭിമുഖം BJPക്ക് ഗുണകരമായ രീതിയിലാണ് പ്രചരിക്കുന്നത്. മലപ്പുറത്തെ ക്രിമിനൽ തലസ്ഥാനമാക്കാനുള്ള ഹിന്ദുത്വ വർഗീയ സംഘങ്ങളുടെ പദ്ധതി ഇടതുപക്ഷത്തിന്റെ ചെലവിൽ നടപ്പാക്കിയെന്നാണ് വിമർശനം. അതായത് ഹിന്ദുവിന് നൽകിയ അഭിമുഖം അതിന്റെ ഒരു ഭാഗമാണെന്നും ഇതിൽ പറയുന്നുണ്ട്. പോലീസിന്റെ മനോവീര്യം തകർക്കരുത് എന്ന ക്യാപ്സ്യൂൾ മുഖ്യമന്ത്രി ഉരുവിടുകയാണ്. പോലീസ് ഭാഷ്യങ്ങളെ മുഴുവൻ വെള്ളം തൊടാതെ മുഖ്യമന്ത്രി നിരന്തരം ന്യായീകരിക്കുന്നു എന്ന ഗുരുതരമായിട്ടുള്ള ഒരു ആക്ഷേപവും ഉന്നയിക്കുന്നുണ്ട്. അധികാരാർത്ഥിയിൽ CPM ചെന്നുപതിച്ച അപജയത്തിന്റെ ആഴം അളക്കാൻ കഴിയാത്തതെന്നും ഈ ഒരു മുഖപ്രസംഗത്തിൽ വിമർശനങ്ങൾ ഉയരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ PV അൻവർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളൊക്കെ ഏകദേശം ഒരേ സ്വരത്തിലുള്ളതാണ് എന്നത് തന്നെയാണ്. അപ്പോൾ ഇവിടെ മലപ്പുറത്ത് കാന്തപുരം വിഭാഗത്തിന്റെ കാലങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണ അതിന്റെ മാറ്റം വരുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന ആശങ്ക ഇടതുപക്ഷത്തിന് നൽകുന്നതാണ് ഈ ഒരു മുഖപ്രസംഗം എന്ന് പറയേണ്ടതുണ്ട്. മാത്രമല്ല അൻവർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളും ഈ ഒരു മുഖപ്രസംഗത്തിലെ കാര്യങ്ങളും ഒരുപോലെ ആയതുകൊണ്ട് തന്നെ അൻവറിനോട് ചേർന്ന് നിൽക്കുവാൻ ഒരുപക്ഷെ മത സാമുദായിക സംഘടനകൾ തയ്യാറായേക്കുമെന്ന ഒരു സൂചനയും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വ്യാഖ്യാനവും നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മുഖപ്രസംഗത്തിന് നൽകാൻ കഴിയും. എന്ത് തന്നെയാണെങ്കിലും മലപ്പുറം ജില്ലയിലെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനത്തെ വിമർശിക്കുന്ന, മുഖ്യമന്ത്രിയെ നിശ്ചിതമായ ഭാഷയിൽ വിമർശിക്കുന്ന ഈ ഒരു മുഖപ്രസംഗം ഇടതുപക്ഷത്തെ കുറച്ചൊന്നുമല്ല ആശങ്കയിലാക്കുക എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടതുപക്ഷത്തിനൊപ്പം നിന്നിരുന്ന സാഹചര്യമാണ്. അവിടെയാണ് കാന്തപുരം വിഭാഗത്തിൻ്റെ SSFന്റെ ഈ മുഖപത്രത്തിലെ വിമർശനം ശ്രദ്ധേയമാകുന്നതും. അനുമോദ്, SSFന്റെ നിലപാട്, അതിനോട് പ്രതികരണം നേതൃത്വത്തിന്റെ ഭാഗത്തിൻ്റെയും ഉണ്ടാവുന്നുണ്ടോ? നമുക്കറിയാം, നേതൃത്വം ഇത്തരം കാര്യങ്ങളിൽ പരസ്യമായ ഒരു പ്രതികരണം ഏറ്റവും അവസാന ഘട്ടത്തിൽ അങ്ങനെ മാത്രമാണ് ചെയ്യുക. മറ്റതെല്ലാം അവരുടെ മറ്റ് യുവജന സംഘടനകൾ അത്തരത്തിലുള്ള മാർഗങ്ങൾ മുഖേനയാണ് പങ്കുവെക്കാറുള്ളത്. ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് നേതൃത്വം ഇപ്പോൾ തന്നെ പോവുകയാണെങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പിന്റെ സമയത്തും അങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെയാണ് നേതൃത്വം അങ്ങനെ പരസ്യമായ പ്രസ്താവനകളൊക്കെ കുതിരാറുള്ളത്. കഴിഞ്ഞ ദിവസം സുപ്രഭാതത്തിൽ വിമർശനം വന്നു, ഇതിപ്പോൾ റിസാലയിൽ വരുന്നു. സ്വാഭാവികമായിട്ടും ഇതെല്ലാം പ്രതിനിധീകരിക്കുന്നത് മുസ്ലിം സാമുദായിക സംഘടനകളുടെ അതൃപ്തി തന്നെയാണ്. ഈ ഒരു അതൃപ്തി തന്നെയാണ് ഇനി PV അൻവർ അടക്കമുള്ളവർ ഇടതുപക്ഷത്തിനെതിരെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതും. സ്വാഭാവികമായിട്ടും PV അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങളാണ് ഇതിനെല്ലാം അടിസ്ഥാനമായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം. നാളെ ഇപ്പോൾ അൻവറിന്റെ പാർട്ടി സമ്മേളനം നടത്താൻ പോകുന്നു, ആ പാർട്ടി പ്രഖ്യാപനം നടത്താൻ പോകുന്നു. അതിനുശേഷം അദ്ദേഹം കുറേം കൂടി വ്യാപകമായ പ്രവർത്തനത്തിൽ ഇറങ്ങുന്നു. അങ്ങനെ വരികയാണെങ്കിൽ അവർക്ക് സ്വീകാര്യനായിട്ടുള്ള ഒരു നേതാവ് എന്ന നിലയിൽ അൻവർ മാറുകയാണെങ്കിൽ, സാമുദായിക സംഘടനകളുടെ പിന്തുണ കൂടി അൻവറിന് ലഭിക്കുകയാണെങ്കിൽ അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് മലപ്പുറത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്നാണെങ്കിലും ഈ മുഖ്യമന്ത്രി RSSനൊപ്പം ചേരുന്നു എന്ന ആക്ഷേപം, അൻവർ ഉന്നയിച്ച ആക്ഷേപം, അത് സാമുദായിക സംഘടനകളുടെ ഭാഗത്തു നിന്നും ആ ഒരു ആക്ഷേപത്തെ അംഗീകരിക്കുന്ന തരത്തിലേക്കുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ ഇടതുപക്ഷത്തിനെ ആശങ്കയിലാക്കുന്ന ഒരു കാര്യം. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നിസ്സാരമായി കാണാൻ കഴിയില്ല. പിണറായി വിജയൻ ആരുടെ PR ഏജൻസി എന്ന തലക്കെട്ടിൽ SSF മുഖപത്രമായിട്ടുള്ള റിസാലയിൽ വന്നിരിക്കുന്ന ലേഖനം, കാരണം അത് കാന്തപുരം ഭാഗത്തു തന്നെയാണ് വിമർശനം എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകമായിട്ടുള്ള കാര്യം. ഏറ്റവും ഗൗരവമായിട്ടും ഇടതുപക്ഷവും CPMഉം പരിഗണിക്കേണ്ട സാഹചര്യമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ ഭേദപ്പെട്ട പോളിംഗാണ്. 9 മണിവരെ 9.53% വോട്ടുകൾ രേഖപ്പെടുത്തിയത്. രാകേഷ് ചേരുന്ന വിവരങ്ങളുമായി. രാകേഷ്, നീണ്ട ക്യൂകൾ പ്രകടമാവുന്നുണ്ടോ പോളിംഗ് ബൂത്തുകളിൽ? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യ 2 മണിക്കൂറുകളുടെ കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് പ്രകാരം 9.53% വോട്ടുകളാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് താരതമ്യേന ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് ആദ്യ 2 മണിക്കൂറുകളിൽ രേഖപ്പെടുത്തിയിട്ടെന്ന് തന്നെ വ്യക്തമാക്കാം. അംബാല അടക്കമുള്ള സ്ഥലങ്ങളിൽ, ഫത്തേബാദ് അടക്കമുള്ള മേഖലകളിൽ
11% അധികം വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട്. പള്ളിപ്പാളയത്തുള്ള 13% വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട്. ഏതായാലും വാശിയേറിയ പോരാട്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ എത്തിക്കുക എന്ന ലക്ഷ്യം തന്നെയായിരിക്കും സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത്. പല പ്രധാനപ്പെട്ട നേതാക്കളും ഇതിനോട് തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനോഹർലാൽ ഖട്ടർ മുൻ മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ വലിയ ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. 50-ന് മുകളിൽ സീറ്റ് നേടുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 2014 ആദ്യമായി അധികാരത്തിൽ വരുമ്പോൾ പോലും BJPക്ക് 47 സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് യാഥാർത്ഥ്യം. കോൺഗ്രസ് ക്യാമ്പും ഏതായാലും വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം 10 വർഷത്തെ ഭരണത്തിൽ വലിയ ജനവികാരം സർക്കാരിന് എതിരായുണ്ട്. അപ്പോൾ അതെല്ലാം വോട്ടിങ്ങിൽ പ്രതിഫലിക്കും, തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതാക്കളും ഏതായാലും ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. ഏതായാലും പ്രധാനപ്പെട്ട പല നേതാക്കളും ഇപ്പോൾ വോട്ട് ചെയ്യാൻ എത്തുകയാണ്. മാത്രവുമല്ല വിവിധങ്ങളായ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട്. അത് കർഷക സമരം മുതൽ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം വരെയുള്ള വിഷയങ്ങൾ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ ഏതായാലും പ്രതിഫലിച്ചിട്ടുണ്ട്. ഏതായാലും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇത്തവണത്തെ കോൺഗ്രസിന്റെ പ്രചാരണം. പ്രധാനമന്ത്രി അടക്കമുള്ളവർ BJPക്കായും കളത്തിറങ്ങുകയും ചെയ്തു. ഏതായാലും ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയാണ് ഹരിയാന. കാരണം ഡൽഹിയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന സംസ്ഥാനം എന്ന നിലയിൽ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ വലിയ പ്രാധാന്യമുണ്ട്. ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി 6 മണിക്ക് വോട്ട് എടുപ്പ് അല്ലെങ്കിൽ പോളിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ 6-ഓടുകൂടി തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തു വരും. എൽദോ റൈറ്റ്, ആദ്യ മണിക്കൂറുകളിൽ ഭേദപ്പെട്ട പോളിംഗ് ആണ് ഹരിയാനയിൽ രേഖപ്പെടുത്തുന്നതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ബൊമ്മക്കൊലൊരുക്കി ഗുരുവായൂരിലെ ബ്രാഹ്മണ സമൂഹം. കിഴക്കേനട ശങ്കര നിലയത്തിന് സമീപം ധർമ്മശാസ്ത്ര സന്നിധിയിലും തെക്കേ ബ്രാഹ്മണ സമൂഹമഠത്തിലുമാണ് ബൊമ്മക്കൊലൊരുക്കിയത്. നവരാത്രി ആഘോഷത്തിലാണ് നാട്. തമിഴ് ബ്രാഹ്മണരുടെ നവരാത്രി ആചാരങ്ങളുടെ ഭാഗമാണ് ബൊമ്മക്കൊലുവയ്ക്കൽ. രാമായണം, മഹാഭാരതം എന്നിവയിലെ പ്രധാന കഥാസന്ദർഭങ്ങൾ, പുരാണം, വേദങ്ങൾ, ഉപനിഷത്തുകൾ, യാഗങ്ങൾ, കൃഷ്ണലീല, ഗുരുകുല വിദ്യാഭ്യാസം, ഉപനയനം തുടങ്ങിയവയെല്ലാം ശില്പരൂപത്തിൽ കാണികൾക്ക് മുന്നിലെത്തുന്നു. ഗുരുവായൂർ ബ്രാഹ്മണ സമൂഹം വനിതാ വിഭാഗം പ്രസിഡന്റ് ശ്രീമതി ലളിത ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ബൊമ്മക്കൊലുവൊരുക്കിയത്. അംഗങ്ങളായ പ്രേമ കാക്കശ്ശേരി, ബേബി വീരരാഘവൻ, ലതാകൃഷ്ണൻ, രാജമാമി എന്നിവരാണ് നേതൃത്വം നൽകിയത്. ഇനി നവമി വരെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നിവേദ്യവും താമ്പൂല വിതരണവും ലളിതാ സഹസ്രനാമം ഭക്തി ഗാനാലാപവും ഉണ്ടായിരിക്കും. കന്നിമാസത്തിലാണ് നവരാത്രി ആരംഭം. അന്ന് തൊട്ട് 10 ദിവസം എല്ലാ സ്ത്രീകളും ചേർന്നിട്ട് ഇവിടെ വന്ന് ബൊമ്മക്കൊലു ഭംഗിയായിട്ടും ഈ പ്രാവശ്യം അതിഗംഭീരമായിട്ടും ഒരുക്കി നമ്മൾ കിഴക്കേ സമൂഹത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇത്രയും വർഷം ഞങ്ങൾ അവിടെ തെക്കേ സമൂഹത്തിൽ സിംഹനാഥ ഭഗവതിയുടെ നടയിലായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. അവിടെ ബിൽഡിംഗ് കെട്ടാൻ വേണ്ടി അവിടെ എല്ലാം പൊളിച്ച കാരണം ഇപ്പം ഞങ്ങൾ ഇന്ന് കിഴക്കേ സമൂഹത്തിലാണ് വെച്ചിരിക്കുന്നത്. ദുർഗാഷ്ടമി ദിവസം മുതൽ 3 ദിവസം തെക്കേ സമൂഹമഠത്തിൽ സിംഹനാഥ ഭഗവതി സന്നിധിയിൽ ഗണപതി ഹോമം, ഭഗവതി സേവ, ഗ്രന്ഥപൂജ എന്നിവയുണ്ടാകും. വളരെയധികം ആഘോഷത്തോടുകൂടിയാണ് ഈ വർഷത്തെ ഈ നവരാത്രി ആഘോഷിക്കുന്നത്. ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട എല്ലാ മഹിളകളും ഇവിടെ വന്ന് ഭഗവതിയുടെ കീർത്തനങ്ങൾ ആലപിക്കുകയും തിരുനാമങ്ങളൊക്കെ കീർത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ ഈ സമൂഹമഠത്തിലെ ഈ നവരാത്രി ആഘോഷിക്കുന്നത്. പ്രദർശനത്തിന് വേണ്ടി മാത്രമല്ലെന്നും പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതിന് കൂടിയാണ് ബൊമ്മക്കൊലു ആചാരം നടത്തുന്നത്. മഹാനവമി ദിനത്തിൽ ശങ്കരനിലയം കിഴക്കേ സമൂഹമഠത്തിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദമ്പതി പൂജ, സുഹാസിനി പൂജ, ബ്രഹ്മചാരി പൂജ, കന്യക പൂജ, തുടർന്ന് 13-ന് വിദ്യാരംഭ ചടങ്ങുകൾ നടക്കും. ന്യൂസ് 18 ഗുരുവായൂർ. ഇടുക്കിയിലെ ഹൈറേഞ്ചിന്റെ കുത്തകയായ തേയില കൃഷി ലോ റേഞ്ചിലും വിളയുമെന്നതിന് ഉത്തരം നൽകിയിരിക്കുകയാണ് ഒരു കർഷകൻ. തൊടുപുഴയ്ക്കടുത്ത് ഉപ്പുകുന്ന് സ്വദേശി ദിവാകരനാണ് ഏക്കർ കണക്കിന് സ്ഥലത്ത് തേയില കൃഷി വിജയകരമായി ചെയ്തത്. എന്നാൽ തേയില കർഷകർക്ക് അർഹമായിട്ടുള്ള ആനുകൂല്യം കിട്ടുന്നില്ല എന്നുള്ള പരാതി ഈ കർഷകനുണ്ട്. ലോ റേഞ്ച് പ്രദേശമായ ഉപ്പുകുന്നിൽ 3 പതിറ്റാണ്ടായി ദിവാകരൻ തേയില കൃഷി തുടങ്ങിയിട്ട്. തേയില കൃഷി തുടങ്ങാൻ ടീ ബോർഡ് വണ്ടിപ്പെരിയാറിൽ സംഘടിപ്പിച്ച ക്ലാസിൽ പങ്കെടുത്തതിനു പിന്നാലെയാണ് ദിവാകരൻ തന്റെ 2.5 ഏക്കർ സ്ഥലത്ത് തേയില നട്ടത്. സമുദ്രനിരപ്പിൽ നിന്നും 3000 അടി ഉയരത്തിലാണ് സാധാരണ തേയില കൃഷി ചെയ്യാറ്. എന്നാൽ 1900 അടി ഉയരത്തിലുള്ള തന്റെ സ്ഥലത്തും ഇദ്ദേഹം തേയില നട്ടുപിടിപ്പിക്കുകയായിരുന്നു. രാപ്പകൽ നീണ്ട കഠിനാധ്വാനം,
പച്ചപ്പ് നിറഞ്ഞ തോട്ടവും മികച്ച വിളവും വരുമാനവുമായിരുന്നു എല്ലാത്തിനുമുള്ള മറുപടി. ഇപ്പം 1700 അടി ഉയരത്തിൽ തേയില വെക്കാൻ പറ്റിയത് ഇനം എന്ന് പറയുന്നത് ഉപാസി 9 എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ തമിഴ്നാട്ടിൽ കൂനൂർ എന്ന സ്ഥലത്തു നിന്നും അന്വേഷണത്തിൽ അവിടെ തൈ ഉണ്ടെന്നറിഞ്ഞ ശേഷം അവിടെ നിന്ന് ഒരു 11,000 തൈ ഇവിടെ കൊണ്ട് നടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ, കാരണം ഇത്രയും കുഴിയെടുക്കണം, അത് നടണം, അതിൻ്റേതായുള്ള മറ്റുള്ള ശുശ്രൂഷകൾ ചെയ്യണം. ആ ശുശ്രൂഷ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് നമുക്ക്. ജൈവ കൃഷിയായതിനാൽ കൊളുന്ത് ചോദിച്ച് ആവശ്യക്കാർ ഏറെ എത്തുന്നുണ്ട്. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് കിട്ടിയ അതേ വില തന്നെയാണ് ഇപ്പോഴും ലഭിക്കുന്നതെന്ന പരാതിയും ഈ കർഷകനുണ്ട്. 10-25 വർഷം മുമ്പ് കിട്ടുന്ന വില 12 രൂപ 14 രൂപ കഷ്ടിച്ച് കിട്ടുകയാണെങ്കിലും 26 വർഷം ആയിട്ട് ഇപ്പോഴും 15 രൂപ, ചിലപ്പോൾ 20 രൂപ ഒരു കിലോയ്ക്ക് കിട്ടുള്ളൂ. പണിക്കൂലിയൊക്കെ 3-4 ഇരട്ടിയൊക്കെ വർദ്ധിച്ചെങ്കിലും ഇത് എടുത്തു കൊണ്ടുപോയി നമ്മൾ ഇത്തിരി അകലെ ഫാക്ടറി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് കാര്യമായിട്ടൊന്നും കിട്ടാനില്ല. പ്രായാധിക്യവും ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് ദിവാകരൻ ഇപ്പോൾ തേയില പൊടിയാക്കുന്നതിന് പകരം പച്ചക്കൊളുന്ത് പുറത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ന്യൂസ് 18 ഇടുക്കി. മലപ്പുറത്തെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലാണ്. 15 വർഷം പൂർത്തിയായി സർക്കാർ വാഹനങ്ങൾ ഒഴിവാക്കണമെന്ന നിയമത്തിൽ ഇളവില്ലെങ്കിൽ പ്രവർത്തനം വഴിമുട്ടും. പ്രശ്നത്തിൽ സർക്കാർ ഇടപെടണമെന്നാണ് ആവശ്യം. 2009 മുതൽ പാലിയേറ്റീവ് കേന്ദ്രങ്ങൾക്ക് ജനപ്രതിനിധികളുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് വാഹനങ്ങൾ അനുവദിക്കുന്നുണ്ട്. ആദ്യ വാഹനം KT ജലീൽ MLAയുടെ ഫണ്ട് ഉപയോഗിച്ച് മലപ്പുറം വളാഞ്ചേരി പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്കാണ് നൽകിയത്. വാഹനങ്ങളുടെ RC ഉടമ അതത് ജില്ലാ കളക്ടർമാർ തന്നെയാണ്. ഇങ്ങനെ അനുവദിച്ച നിരവധി വാഹനങ്ങളാണ് 15 വർഷം പൂർത്തിയാകുന്നത്. വാഹനങ്ങൾ ഒഴിവാക്കേണ്ടി വന്നാൽ പാലിയേറ്റീവ് പ്രവർത്തനം അവതാളത്തിലാകും. സ്വകാര്യ വാഹനങ്ങൾക്കും സ്കൂൾ വാഹനങ്ങൾക്കും കാലാവധി കൂട്ടി നൽകാറുണ്ട്. അത്തരത്തിൽ പാലിയേറ്റീവ് വാഹനങ്ങൾക്കും സമയപരിധി നീട്ടി നൽകണമെന്നാണ് വളണ്ടിയർമാരുടെ ആവശ്യം. ആയിരക്കണക്കിന് രോഗികൾക്ക് വീടുകളിൽ ചെന്ന് പരിചരണം കൊടുക്കുന്ന സംവിധാനം നമ്മുടെ സംസ്ഥാനത്താകെയുണ്ട്. ഏകദേശം 650ഓളം വരുന്ന പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ, അത് സമൂഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളത് വർക്ക് ചെയ്യുന്നുണ്ട്. സർക്കാരിൻ്റെ പരിരക്ഷാ സംവിധാനത്തിലുള്ളത് വേറെയാണ്. ഈ 650 യൂണിറ്റുകളിൽ ഏകദേശം 115 യൂണിറ്റുകൾ നമ്മുടെ മലപ്പുറം ജില്ലക്കകത്താണ്. ഈ വീടുകളിൽ ചെന്ന് പരിചരിക്കുന്നതിന് വാഹനം അത്യാവശ്യമാണ്. അങ്ങനത്തെ ഒരു സമയത്താണ് 2009 സംസ്ഥാനത്ത് ആദ്യമായിക്കൊണ്ട് ഡോക്ടർ KT ജലീൽ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒരു വാഹനം ഹോം ഗവൺമെൻറ് അനുവദിച്ചു. സംസ്ഥാനത്ത് ഒരുപാട് പ്രയാസങ്ങളുണ്ടാക്കിയാണ്, ഒരുപാട് പ്രതിസന്ധികൾ മറികടന്നിട്ടാണ് ഒരു പ്രൈവറ്റ് സൊസൈറ്റിക്ക് ഇത്തരം രീതിയിൽ വാഹനം അനുവദിക്കപ്പെട്ടത്. അതിൻ്റെ പിന്തുടർച്ചയായിക്കൊണ്ട് മറ്റു നിരവധി MLAമാരും MP മാരും ഇത്തരത്തിൽ പാലിയേറ്റീവ് കെയറിന് വാഹനം അനുവദിക്കുകയുണ്ടായി. പക്ഷെ ഇപ്പോൾ പ്രതിസന്ധി 2009 സംസ്ഥാനത്ത് ആദ്യമായിക്കൊണ്ട് വളാഞ്ചേരി പാലിയേറ്റീവ് കെയറിന് വാഹനം അനുവദിക്കുന്നത്. സംസ്ഥാനത്ത് 650ഓളം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കേന്ദ്രങ്ങളും അവയുടെ കീഴിൽ 100 കണക്കിന് ക്ലിനിക്കുകളുമുണ്ട്. മലപ്പുറത്ത് മാത്രം 30ഓളം വാഹനങ്ങളും ഇതിന്റെ ഭാഗമായുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പൊളിക്കൽ നയമനുസരിച്ച് 2009 മുൻപുള്ള എല്ലാ സർക്കാർ വാഹനങ്ങളുടെയും കാലാവധി കഴിഞ്ഞു. വീട്ടുകാർ പോലും കൈയൊഴിയുന്ന അവസരത്തിൽ കിടപ്പ് രോഗികൾക്ക് ആശ്വാസമാകുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ആശ്രയമാണ് ഈ വാഹനങ്ങൾ. പാലിയേറ്റീവ് സെന്ററുകളിലെ വാഹനങ്ങൾക്ക് പരിരക്ഷ ലഭിച്ചില്ലെങ്കിൽ കിടപ്പ് രോഗികൾ പ്രതിസന്ധിയിലാകും. ന്യൂസ് 18 തിരൂർ. ന്യൂസ് ട്രെൻഡ്സ് കാണാം ഇനി 10 മണിക്ക്. വാർത്താരംഭത്തിന്റെ സമയം പൂർത്തിയാവാണ്. നമസ്കാരം.